ഞാൻ ആലോചിച്ച കാര്യം എന്തിനാണ് എല്ലാ വർഷവും ബിഗ് ബോസ് ഇങ്ങനെ ഈ ഒരു LGBTQ പിന്നെ അജണ്ട പുഷ് ചെയ്യണ പോലെ ഈ കാര്യം ഇങ്ങനെ ഓരോ ഗസ്റ്റിനെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കൊണ്ടുവരുന്നതും ലൈക്ക് വേറെ കമ്മ്യൂണിറ്റിന്ന് ഞാൻ തികച്ചും കണ്ടിട്ടില്ല. ഈ കമ്മ്യൂണിറ്റിന്ന് എപ്പോഴും കൊണ്ടുവരും ഒരു ഗസ്റ്റിനെ. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ 2025 കണക്ക് പ്രകാരം 10ൽ ഒരാൾ ട്രാൻസ്ജെൻഡറാണ്. 10ൽ ഒരാൾ 10ൽ ഒരാൾ. അവർ എടുത്ത ഡാറ്റ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ഏകദേശം 1,250,000 കള്ള വോട്ടാണ്. 1,250,000 കള്ള വോട്ടുകളാണ് ഒരു ഡാറ്റയിൽ നിന്ന് കിട്ടിയത്. കള്ള വോട്ടാണ് എങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഹൗസ് നമ്പർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൗസ് നമ്പർ 0 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വോട്ടുകൾ. അവർ ഓരോ ആൾക്കാരെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ടാറ്റു അടിക്കും കണ്ണീരിൻ്റെ ഒക്കെ. അവിടെ നായിബുക്കൽ എന്ന് പറഞ്ഞ ആ പ്രസിഡന്റ് വരുന്നു. അയാൾ വന്നിട്ട് ആ കൺട്രിയിൽ ഫുള്ള് അടിപൊളിയാക്കി മാറ്റിപ്പോ. ഈ പെൺകുട്ടികളൊക്കെ ഇയാൾ കൊണ്ടുപോകും. അതിൽ അഡൽട്ടായ പെൺകുട്ടികളുണ്ടായിരുന്നു. പല സ്റ്റോറി ഉണ്ട്. ഇത് പല ആൾക്കാർക്കും പല സ്റ്റോറീസാണ്. അപ്പോൾ ഇവരൊക്കെ വന്ന് ഇറങ്ങും ഈ ഐലൻഡിൽ. എന്നിട്ട് എന്ത് ചെയ്യും, പല ഫിഗേഴ്സിനും കാണും. പ്രിൻസ് ആൻഡ്രൂ ഉണ്ടായിരുന്നു, പിന്നെ ട്രംപ്, ഇയാളോ അല്ലെങ്കിൽ ഗില്ലൈനോ, എന്താ വെച്ചാൽ മൊസാദ് ഏജൻ്റ് ആണെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ റീസെൻ്റ്ലി ന്യൂയോർക്ക് ടൈംസ് ഒരു ഇയാളെ റൂമിലുണ്ടായിരുന്ന ആൾക്കാരെ ഫോട്ടോസ് പുറത്തുവിട്ടു. അപ്പോൾ അതിലുണ്ട് മുഹമ്മദ് ബിൻ സൽമാൻ, അതായത് പ്രിൻസ്, സൗദി പ്രിൻസ്, ഇയാളെ കൂടെ നിൽക്കുന്ന പിന്നെ പിക്ചർ. ഈ ഇസ്ലാമോഫോബിക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ലോകത്ത് നടക്കണ ഇസ്ലാമോഫോബിയക്കെതിരെ സംസാരിക്കണേ 50% വരുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരൊറ്റ രാജ്യത്തു നിന്നാണ്. ഈ ഇസ്രായേലിൻ്റെ അടുത്ത് എന്തോ അമേരിക്ക ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, അമേരിക്കൻ പൊളിറ്റീഷ്യൻസ്. അതാണ് അവരെ നിർത്തേണ്ടത്. അല്ലാതെ അവർ നമ്മളെ ഗ്രേറ്റസ്റ്റ് ആലിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏത് രീതിയിൽ? എടാ, ബിഗ് ബോസിൻ്റെ പുതിയ സീസൺ തുടങ്ങി. ഓക്കെ, ഞാനപ്പോൾ ബിഗ് ബോസ് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ച കാര്യം എന്തിനാണ് എല്ലാ വർഷവും ബിഗ് ബോസ് ഇങ്ങനെ ഈ ഒരു LGBTQ പിന്നെ അജണ്ട പുഷ് ചെയ്യണ പോലെ ഈ കാര്യം ഇങ്ങനെ ഓരോ ഗസ്റ്റിനെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കൊണ്ടുവരുന്നതും ലൈക്ക് വേറെ കമ്മ്യൂണിറ്റിന്ന് ഞാൻ തികച്ചും കണ്ടിട്ടില്ല. ഈ കമ്മ്യൂണിറ്റിന്ന് എപ്പോഴും കൊണ്ടുവരും ഒരു ഗസ്റ്റിനെ. എന്തുകൊണ്ടാണ് അത്? ലൈക്ക് വേറെ എന്നാൽ ഒരു പള്ളിയിലച്ഛനെ ഇവരൊക്കെ കൊണ്ടുകൂടെ? ഈ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഓക്കെ, പിന്നെ എന്താ പറയുക, എൻ്റർടൈനിങ് അങ്ങായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ റീൽ ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് വൈറലായ ആൾക്കാരാണെങ്കിൽ ഓക്കെ. ഈ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കണ്ട ആൾക്കാർ കാണാൻ നിൽക്കുന്നത് ഇങ്ങനത്തെ അജണ്ടാസ് ആൾക്കാർക്ക് പുഷ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ അജണ്ടാസ് ഫീഡ് ചെയ്യാനല്ല. അത് പിന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ആൾക്കാർ ഇത് കാണുന്നത്. മനസ്സിലായി? ഏഷ്യാനെറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ഫാമിലി ടൈപ്പ് ചാനലാണ്. അപ്പോൾ ഇന്ന് ഇത് പുഷ് ചെയ്യും. ഒരു 2005 ഒരു 2010 ഈ കാര്യം പറ്റില്ലായിരുന്നു. ഇനിയിപ്പോൾ ഇത് പറയുമ്പോൾ പറയാം നമ്മൾ ഒരു 6-ാം നൂറ്റാണ്ടിൽ വന്നിക്കണം, നിങ്ങൾ ഓട്ടോ ഓടിച്ച് ഇങ്ങോട്ട് പോകാമെന്ന് പറയും. പക്ഷേ അന്നിത് പറ്റിയിരുന്നില്ല. ഇപ്പോൾ ഇനി പെഡഫൈൽസിനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് എന്താ പറയുക, എന്താണ് അതിന് പറയാ വേർഡ്, പിന്നെ റെക്കഗ്നൈസ് ചെയ്യേണ്ടതിന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരാൾ. അതായത് ഞാനൊരു വലിയൊരാൾ ചെറിയ കുട്ടിയായിട്ട് ഐഡൻറ്റിഫൈ, അല്ലെങ്കിൽ നായായിട്ടോ പട്ടിയായിട്ടോ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഇപ്പോൾ പറയുമ്പോൾ പുച്ഛിക്കാറ്. അങ്ങനത്തെ ആൾക്കാരൊക്കെ പറ്റുമോ? ഇതൊരു 10-20 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലൈസ് ചെയ്യും. അതെ, നമുക്ക് ഈ ഡയലോഗ് അന്ന് പറയാം, ഇതൊരു 2025 പറ്റിയിരുന്നില്ല. ഇങ്ങോട്ടാണ് പോകേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്? ആൾക്കാർ എന്തിനാണ് ഇതിനെതിരെ സംസാരിക്കാത്തത്? എല്ലാ വർഷവും നിങ്ങൾ ഒരിക്കലോ ലൈക്ക് ഫസ്റ്റ് സീസണും സെക്കൻഡ് സീസണൊന്നും ഇല്ല തോന്നുന്നു. പക്ഷേ എല്ലാ ബാക്കിയുള്ള സീസണിലും അവരിങ്ങനെ ഓരോ ആൾക്കാർ, പക്ഷെ ഇവരൊക്കെ വരുമ്പോഴേ അറിയുന്നത് നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരാണ്. നമ്മൾ ഇതിൻ്റെ മുമ്പേ പാട്ട് പാടിയിട്ടോ ഡാൻസ് കളിച്ചിട്ടൊന്നും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും സ്കില്ല്, ആർട്ടായിട്ടുള്ള എന്തെങ്കിലും സ്കില്ല് നമ്മളെ ജനങ്ങളെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത് വൈറലായ ആൾക്കാർ, ഫേമസ് ആയ ആൾക്കാരല്ല. ആ കമ്മ്യൂണിറ്റിൻ്റെ എതിരെ പിന്നെ ആർക്കും എന്തും ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, പട്ടിയായിട്ടോ നായായിട്ടോ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തോളി. പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മോർ ദാൻ ഒരു ലൈഫ് കാണിക്കുന്നതിൻ്റെ ഉപരി ഒരുപാട് എൻ്റർടൈനിങ് ടോപ്പിക്സും മറ്റേ അവർക്ക് കുറേ ഗെയിംസും ടാസ്കൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിനായിരിക്കണം ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. അതിനും സ്വഭാവത്തിനും ചെയ്യണം, ശരിയാണ്. പക്ഷേ എന്താ നിങ്ങളുടെ അഭിപ്രായം? അല്ലാതെ ഞാൻ ഇതിലൊരു കാര്യം ആഡ് ചെയ്യാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഈ LGBTQ അജണ്ട പുഷ് ചെയ്യുന്നത് എന്തിനാന്ന് നമുക്കറിയാം. നമ്മൾ പല ഇതിലും സംസാരിച്ചതാണ്. പക്ഷേ അവർ പുഷ് ചെയ്യുന്ന ഈ അജണ്ട എന്തായാലും ഇത് ആരാണോ പുഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണോ ഇതിന് പിന്നിൽ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ LGBTQ പുഷ് ചെയ്യുന്ന ആഗ്രഹം, അവർ സക്സസ്ഫുൾ ആണെന്ന് ഞാൻ പറയുള്ളൂ.
കാരണം 2010-ലും 2012-ലും LGBTQ അജണ്ട അല്ലെങ്കിൽ LGBTQ എന്നുള്ള രീതി സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വരുന്നത്. അതായത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതും ഇതൊരു മൂവ്മെൻ്റായി മാറുന്നതൊക്കെ. ആ ടൈം തൊട്ട് ഇന്ന് 2025 വരെയുള്ള കണക്കെടുക്കുകയാണെങ്കിൽ LGBTQ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ, അതായത് ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം 3 ഇരട്ടിയാണ്. ഓക്കെ. അതായത് ഓവർ 15 ഇയേഴ്സിൽ 3 ഇരട്ടി ആൾക്കാരാണ് LGBTQ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇതിற்கு ജെൻഡർ ട്രാൻസ്ഫോർമേഷൻ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ആ ഓപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഏകദേശം ഇതേപോലെ തന്നെ ഡബിളും ത്രിബിളും ആയിട്ടുണ്ട്. അപ്പോൾ ഈ അജണ്ട പുഷ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഓൺ ദ റൈറ്റ് ട്രാക്കാണെന്ന് ഞാൻ പറയുള്ളൂ. ഓല് എന്തായാലും സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ അജണ്ട പുഷ് ചെയ്യണ എന്തിനാന്നുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ എന്താ വെച്ചാൽ ഒരു അടക്കി ഭരിക്കുന്ന ഒരു ആൾക്കാരെ വേണം. അതായത് ഇപ്പോൾ ലോകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്ന് വരുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ 2025 കണക്ക് പ്രകാരം 10-ൽ 1 ട്രാൻസ്ജെൻഡറാണ്. 10-ൽ 1 ഏത് വർഷത്തെ കണക്ക് പ്രകാരം? ഈ 2025. ഓ. അതായത് ഇത്രയും കാലം കൊണ്ട് അമേരിക്കയിൽ ഉണ്ടായ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മളൊരു 10-15 വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇടയിൽ ഇങ്ങനത്തെ ആൾക്കാരില്ല. അല്ല, ചിലപ്പോൾ ഉണ്ടായിരിക്കാം, പക്ഷേ അത് അത്ര പോപ്പുലറാണ്. അങ്ങനെ വന്നിട്ട് അത് പറയാൻ പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ കണക്കെടുക്കുകയാണെങ്കിൽ 10-ൽ 1 US ഒരു ട്രാൻസ്ജെൻഡറാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തന്നത്, ലൈക്ക് ദിസ് ഈസ് ഓൺ എ സക്സസ്ഫുൾ ട്രാക്ക് എന്നുള്ളത്. ഇതെന്താ പറയുക, ഈ ഒരു ഹൈപ്പ് ഇങ്ങനെ നിലനിർത്തിയതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വിജയം. ഇപ്പം എന്താ പറയുക, ഇപ്പം നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിച്ചു. ഇതേപോലെ ഇവർക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിനെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആളുകൾ അതിനെ കുറിച്ചിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കും. അപ്പോൾ മറ്റൊരാൾ വന്നിട്ട് അതിനെ ഓപ്പോസിറ്റ് ഭാഗം പറയണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ടും ഇവരെ എന്താ പറയുക TRP റേറ്റ് നിലനിർത്താനും അല്ലെങ്കിൽ ഈ ഒരു ഷോൻ്റെ ഹൈപ്പ് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പക്ഷെ നേരെ മറിച്ച് ഇപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്താണ് ഇതുകൊണ്ടൊക്കെ നമ്മളെ എന്താ പറയുക സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ, ഒരു മോറൽ സാധനം അങ്ങനെയൊന്നും ഇതിലില്ല. അറ്റ്ലീസ്റ്റ് എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞത് അല്ല, ഞാൻ പൊതുവേ ഉള്ളൊരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനെ കുറിച്ചിട്ട് ബിഗ് ബോസിലാണെങ്കിലും ഇപ്പോൾ ഇതേമാതിരി ഇപ്പോൾ ആളുകൾ പല ജാതി കോമാളിത്തരെ കണ്ട് ഇപ്പോൾ ഇൻ്റർവ്യൂസൊക്കെ കണ്ട് ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ കാണുമ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇൻ്റർവ്യൂ ആദ്യം നമ്മൾ കാണുക? ഒരു വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് അയാളുടെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ ഇനി അത് ആ ഒരു പ്രവർത്തനം എന്താണോ ഇപ്പോൾ എവറസ്റ്റ് കീഴടക്കി, അപ്പോൾ എവറസ്റ്റ് എങ്ങനെ അപ്പോൾ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ആളുകൾക്ക് അറിയാമെന്നുള്ളതിനെ കുറിച്ച് നോളജ് കൊടുക്കും. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഫേമസ് ആവുക എന്നുള്ളതിന് വേണ്ടിയിട്ട് എന്ത് കോമാളിത്തരം ചെയ്യാന്നുള്ളതൊരു നമ്മൾ കൊണ്ടുനടക്കുന്ന ഓരോ സെൻറ്റൻസ് ഒരു ഇൻ്റർവ്യൂവിൽ ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ അത് ഇമേജിൻ ചെയ്ത് ബിൽഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് മനസ്സിൽ. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അവിടെ പോയിരുന്നു, ഞാനിത് ചെയ്തിരുന്നു, ഞാൻ ഇന്ന സാധനം ഇങ്ങനെ ഉണ്ടാക്കിയൊരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ ഞാൻ ചെയ്ത ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. നമുക്ക് അത് നമ്മളെ ഉള്ളിൽ അറിയാതെയോ അറിഞ്ഞോ കയറുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഒരു സെയിം ടാസ്ക് ചെയ്യുമ്പോൾ അറിയാതെയോ അറിഞ്ഞോ അത് വരും. മനസ്സിലായോ? അപ്പോൾ ഇന്ന് കാണുന്ന ഇൻ്റർവ്യൂസ് കൂടുതലും എങ്ങനത്തെയാണ്? ഒരു എപ്പോഴും സോഷ്യലി ഇങ്ങനെ റെലവൻ്റ് ആയിട്ട് ഇങ്ങനെ കത്തിക്കണം, അല്ലെങ്കിൽ അന്ന് എന്താണോ ആൾക്കാർ കൈയടിക്കാൻ ചിരിക്കാനുള്ള വിഷയം, ആ ഒരു വിഷയമാണ് വരുന്നത്. ഇപ്പോൾ ആ മമ്മൂൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ആ പയ്യൻ കണ്ടില്ലേ, അതൊക്കെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്ത ഇൻ്റർവ്യൂ. ISROൻ്റെ മറ്റേ ഇയാൾ ചെയർമാൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ആരെങ്കിലും ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? പുള്ളിക്കാരൻ മലയാളത്തിലൊക്കെ കൊടുത്ത ഇൻ്റർവ്യൂ ഇതെന്താ പറയുക, ഇപ്പോൾ ISROൻ്റെ ഇയാൾ വന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ അയാൾ വന്ന സമയത്തും ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ആരും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. ഇപ്പോൾ ഈ മമ്മൂൻ്റെ വിഷയം വന്നപ്പോൾ ഈ നമ്മൾ സംസാരിച്ച മാതിരി എല്ലാവരും അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാനും മമ്മൂ ഒരു മോശക്കാരനാണെന്ന് പറയാനും തൊപ്പിനെ പറയാനും ഇങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നുള്ള ഒരു വൈബിലാണ് ആഘോഷിച്ചുകൊണ്ട് എടുക്കണം. ഈ മമ്മൂൻ്റെ ഈ വിഷയം നമ്മൾ സംസാരിച്ചല്ലോ, ഇത് ഞാൻ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഏതൊക്കെ ഇൻഫ്ലുവൻസർ ഏതൊക്കെ ചാനലുകൾ റീൽ ഇട്ടിക്കണോ 100K ബേസിക്കാണ്. അതായത് മിനിമം 100K ലൈക്ക് വ്യൂസ് അടിക്കുകയാണ്. അപ്പോൾ അതിന് അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടെന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എടുക്കുന്ന ടീമിനെ കുറ്റം പറയാൻ, അവരെന്താ ശരിക്കും ബേസിക്കലി ചെയ്യുന്നത്? നമ്മളെ വ്യൂവേഴ്സിന് എന്താണോ വേണ്ടത് അത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലല്ലേ? അപ്പോൾ ഇത് വ്യൂവേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഞാനൊക്കെ ഇങ്ങനത്തെ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന ഒരാളാണ്, നമ്മളെല്ലാവരും കൺസ്യൂം ചെയ്യുന്ന ആളാണ് ഫീൽഡിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വ്യൂവർ എന്നുള്ള രീതിയിൽ അങ്ങനത്തെ കണ്ടന്റ് ഡിസ്ലൈക്ക് ചെയ്ത് വിടണം. അതെ, മനസ്സിലല്ലേ? അപ്പോഴാണ് അങ്ങനത്തെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഇങ്ങനത്തെ ചാനലുകൾക്ക് എന്താണ് ആ കണ്ടന്റ് ഉണ്ടാക്കാതിരിക്കുള്ളൂ. കാരണം എത്രയും കാലം അവർക്ക് അതിനനുസരിച്ച് റെസ്പോൺസ് കിട്ടും തോറും അത് ഉണ്ടാക്കുള്ളൂ. ഇപ്പോൾ നമ്മളാണെങ്കിൽ പോലും നമ്മൾ ഈ വ്യൂവേഴ്സിൻ്റെ ചോദിക്കുന്നത് കമൻറ്റിലും ഇതിലൊക്കെ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം. അപ്പോൾ നമ്മളെ വ്യൂ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളാണെങ്കിൽ പോലും ഞാൻ പറയാം,
ഒരു റീലിന് നമുക്ക് നല്ല വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു റീലുമായി ബന്ധപ്പെട്ട ടോപ്പിക് എന്താണോ അത് കൂടുതൽ ഡിസ്കസ് ചെയ്യാനും അത് കൂടുതൽ പറയാനും ശ്രമിക്കും. കാരണം നമുക്കും ഇതേപോലെ തന്നെ നല്ല റീച്ച് കിട്ടും, കൂടുതൽ ആൾക്കാരിലേക്ക് ആ വിഷയം എത്തിക്കുന്നതുകൊണ്ടാണ്. ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ട് അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ആൾക്കാരിലേക്ക് കൂടുതൽ എത്തും നമ്മൾ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അതാണ് എല്ലാവരും പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ ഒരു വ്യൂവർ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനത്തെ കണ്ടന്റ് കൺസ്യൂം ചെയ്യാതിരിക്കുക, അങ്ങനത്തത് കാണുമ്പോൾ ലൈക്ക് ചെയ്യാതിരിക്കുക, അത് ഫോളോ ചെയ്യാതിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഇങ്ങനത്തെ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാർക്കും അത് ഉണ്ടാക്കാതിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്റർനാഷണൽ ലെവലിൽ ഒരു എക്സ്പീരിയൻസ് ഒരു ഈ ഇൻ്റർവ്യൂസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു സ്റ്റോറി പറഞ്ഞുതരാം. നെൽക്ക് ബോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. US-ൽ ഏറ്റവും കൂടുതൽ ജെൻസീസ് കാണുന്ന പ്രാങ്ക് വീഡിയോസൊക്കെ അവരുതാവും. അവർ ഒരു 2010 ശേഷമൊക്കെ നല്ല വൈറലായി ഒരുപാട് വീഡിയോസ് ഉണ്ട്. അവർ കാനഡയിൽ നിന്നാണ് തുടങ്ങിയത്. കൈൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പയ്യൻ, അവരൊക്കെ ഇപ്പോൾ US-ലാണ്. പക്ഷേ എപ്പോഴും ഒരു 30-32 വയസ്സായി അതിലുള്ള അധികം പേർക്കും. അവർ പോഡ്കാസ്റ്റ് തുടങ്ങി. ഓക്കെ, അവരുടെ പോഡ്കാസ്റ്റ് ഒരു ഫണ്ണി ടൈപ്പിലായിരുന്നു കാര്യങ്ങളൊക്കെ. അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചിലതൊക്കെ സീരിയസ് ആണ്, ചിലതൊക്കെ ഫണ്ണി ടൈപ്സ് ആണ്. അപ്പോൾ അവർ നെതന്യാഹു അവർ വൈറ്റ് ഹൗസിൽ വെച്ചിട്ടൊരു പോഡ്കാസ്റ്റ് ചെയ്തു നെതന്യാഹുവിനെ. അപ്പോൾ അതിന് കുറേ ആൾക്കാർ ഡിസ്ലൈക്ക് ചെയ്തൊരു വീഡിയോ ആണ് അത്. ഇതാണ് അവർക്കെതിരെ ഒരുപാട് ബാക്ക്ലാഷ് ഉണ്ടായി. ആ കുറേ ആൾക്കാർ അവരെ ക്രിട്ടിസൈസ് ചെയ്തു. നിങ്ങൾ ചെയ്തത് തെറ്റാണ്, നിങ്ങൾ ഒന്നാമത് നെതന്യാഹുവിൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചില്ല. അയാളൊരു PR വർക്ക് ചെയ്ത പോലെ, അതായത് ജെൻസിൻ്റെ ഇടയിൽ ഈ ഇസ്രായേലിൻ്റെ പോപ്പുലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു PR വർക്കാണ്, അതായത് ഫേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ചെയ്തിട്ടുള്ളൊരു വർക്കാണെന്നാണ് പറഞ്ഞത്. ഇവരൊരു ചോദ്യം ചോദിക്കുന്നില്ല, ഒന്നും അവർ പിന്നെ എന്നിട്ട് അവരെന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല, ഞങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. എന്നിട്ട് അവർ ചോദിക്കുന്ന ചോദ്യം നെതന്യാഹുവിൻ്റെ അടുത്ത് എന്താ ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബർഗർ കിങ് ആണോ McDonald's ആണോ ഏറ്റവും ഇഷ്ടം? ഡെയിലി 100 കുട്ടികളെ കൊള്ളുന്ന ആളെടുത്ത് ചോദിക്കുകയാണ്. ഇല്ലെണ്ണം വിളിച്ചിക്കാണ്ട് ഞാൻ ഒരു 39 പറഞ്ഞ് ചോദിക്കുകയാണ്, ഏത് നിങ്ങൾക്ക് മെർസിഡിയസ് ആണോ BM ആണോ ഏറ്റവും നല്ല ഇഷ്ടം എന്ന് ചോദിക്കുന്ന പോലെ ആവും. എന്നിട്ട് അയാൾ അതിന് ഉത്തരം പറയും എനിക്ക് ബർഗർ കിങ് ആണ് ഇഷ്ടം. എന്നിട്ട് ഇവരെന്ത് ചെയ്ത് അറിയാം, ഇവരെ ഫേസ് അപ്പോൾ എന്തായി ഒരു നെഗറ്റീവ് രീതിയിലായി കുറേ ആൾക്കാരുടെ ഇടയിൽ. ആ ഒരു ഫുൾസ് ആൻഡ് പോഡ്കാസ്റ്റ് പറഞ്ഞാൽ അവരെ പോഡ്കാസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോ കണ്ടാലും ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും നെഗറ്റീവിന് കമൻസിൻ്റെ അങ്ങനെ. അത് നേരെ ഓപ്പോസിറ്റായി ആയിരിക്കുന്നത് തന്നെയാവുന്നിട്ടും. നെക്സ്റ്റ് ഡേ ഇവരെന്ത് ചെയ്തു, നെക്സ്റ്റ് എപ്പിസോഡിൽ ഇത് തിരുത്തണമല്ലോ, ഞങ്ങൾ 2 സൈഡും കേൾക്കും, ഒരു സൈഡ് മാത്രമല്ല എന്നുള്ളതിൽ ബാസിം യൂസഫ് എന്ന് പറഞ്ഞ കൊമേഡിയനെ കൊടുന്നു. ഒരു ഈജിപ്ഷ്യൻ അമേരിക്കൻ കൊമേഡിയനാണ്. പുള്ളിക്കാരൻ വന്ന് കണ്ട് പറഞ്ഞു, നിങ്ങൾ കുട്ടികളല്ല, നിങ്ങൾ 30 വയസ്സായ ആൾക്കാരാണ്, നിങ്ങൾ കുട്ടികളല്ല, നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണം, അയാളോട് ചോദ്യം ചോദിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇയാളാണ്ട് ലൈക്ക് ഇങ്ങനെ കാര്യങ്ങൾ ഇപ്പൊ ചെറിയ മക്കൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കണമാതിരി അയാൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇവരിങ്ങനെ ഇരുന്ന് കേൾക്കുക. അയാൾ യു ആർ മൈ ലിറ്റിൽ ബ്രദേഴ്സ് ബട്ട് യു ആർ നോട്ട് ലിറ്റിൽ, യു ആർ ഫക്കിംഗ് 30 years old. അങ്ങനെയാണ് അയാൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ടൈമിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലൈക്ക് ഇപ്പം നമ്മൾ തന്നെ പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോഡ്കാസ്റ്റ് ചെയ്യാൻ നമ്മൾ ആ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ഇപ്പോൾ കേരള പൊളിറ്റിക്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ പേരെ പറ്റിയെന്ന് വരില്ല, എനിക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാം. പക്ഷേ ഞാൻ US പൊളിറ്റിക്സ് ഇൻ്റർനാഷണൽ ലെവലിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്യും. എനിക്കത് ഇഷ്ടമുള്ള ആളാണ് കുറേ കാലമായിട്ട്. അപ്പോൾ ആ ലെവലിലൊക്കെ ഒരാൾ വന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരും. പക്ഷേ കേരളത്തിൽ എനിക്ക് ബുദ്ധിമുട്ടായി കാരണം അതൊരു തെറ്റുമായിട്ട് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ അടുത്ത് വന്നൊരു മിസ്റ്റേക്കുമാണ്. എന്താ വെച്ചാൽ നമ്മളെ നാടും കുറേ ഞാൻ ഫോളോ അപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മളെ നാട്ടിലത്താണ് ഒന്നും പാടും റിസ്കി ആയിട്ട് എനിക്ക് തോന്നി മനസ്സിലാക്കാൻ പല കാര്യങ്ങളും. അപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ചീന പൊളിറ്റിക്സ് ഞാൻ പറയുള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങൾ തന്നെ മറ്റേ രാഹുൽ ഗാന്ധിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല, എന്താണ് വോട്ടിൽ വന്ന എന്തൊക്കെ കള്ളത്തരങ്ങളാണ് വോട്ടിൽ നടത്തി? അത് പറയണമെങ്കിൽ കുറേ പറയാനുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണെങ്കിൽ പറയാം. അതിലിപ്പോൾ രാഹുൽ ഗാന്ധി പുറത്ത് വിട്ട വീഡിയോസിൽ ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്ത് ഡാറ്റ ചോദിച്ചു. കഴിഞ്ഞ ഇലക്ഷനിൽ ഓരോ അസംബ്ലിയിൽ വോട്ട് ചെയ്ത ആൾക്കാരുടെ ഡാറ്റയും കാര്യങ്ങളും ചോദിച്ചു. അതിൽ ഇപ്പോൾ ഇന്ത്യ മൊത്തം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 453 ഇതാണുള്ളത്, ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 453 മണ്ഡലങ്ങളും കൂടിയായിട്ട് ഏകദേശം 4000-ന്റെ മുകളിൽ അസംബ്ലികളുണ്ട്. ഓക്കെ, ഈ ഓരോ അസംബ്ലീസിൽ MLA-മാരുണ്ട്, അതിക്കാണ് ഇലക്ഷൻസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതിൽ ഒരു അസംബ്ലി ഞാൻ പറയണ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കർണാടകയിൽ ബാംഗ്ലൂർ ബേസിൽ ഏതൊരു അസംബ്ലിയിൽ കറക്റ്റ് ആ ലൊക്കേഷൻ കറക്റ്റ് കയറില്ല. പക്ഷേ ഇന്ന അസംബ്ലിയിൽ അവർ എടുത്ത ഡാറ്റ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ഏകദേശം
1,250,000 കള്ള വോട്ടാണ്. 1,250,000 കള്ള വോട്ടുകളാണ് ഒരു ഡാറ്റിൽ നിന്ന് കിട്ടിയത്. കള്ള വോട്ടാണ് എങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഹൗസ് നമ്പർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൗസ് നമ്പർ 0 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വോട്ടുകൾ, ഹൗസ് നമ്പർ ഫുൾ 0, ഫുൾ 0. വാപ്പാന്റെ പേര് മറ്റേ കീബോർഡിലെ സാധനങ്ങൾ. അപ്പോൾ എന്താ വെച്ചാൽ ഈ എനിക്ക് തോന്നുന്നത് ഈ വോട്ടർ ID അടിച്ചുണ്ടാക്കിയപ്പോഴേ പോലും ഇങ്ങനെ ഡാറ്റ ഇങ്ങനെ ഓരോ ആൾക്കാർക്ക് ഫേക്ക് അടിച്ച് കയറ്റില്ല, അപ്പോൾ അങ്ങനെ അടിച്ച് കയറ്റിയ 50 വയസ്സുകൾക്ക് കന്നി വോട്ടോ. പിന്നെ രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് ഒരു ഹൗസ് നമ്പറിൽ 80 എന്ന് പറഞ്ഞ ഒരു ഹൗസ് നമ്പറിൽ 80 വോട്ട്. അത് ഒറ്റ റൂമാണ്. ഓല റൂമിൽ പോയി നോക്കി, അത് ആ ഹൗസ് നമ്പറിൽ 80 വോട്ട് വന്നല്ലോ. 80 ആൾ താമസിക്കുന്ന ഫാമിലി ഏതാ, വീട് ഏതാ എന്ന് പോയി കണ്ട് അവർ നോക്കുമ്പോൾ അത് ഒറ്റ സിംഗിൾ റൂമാണ്. ഈ വോട്ടൊക്കെ ആർക്കാ പോയിക്കണ്ട്? ആണെന്ന് അല്ലെന്ന് ആ വീഡിയോയിലൊന്നും പറയുന്നില്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ്. അതുകൊണ്ടാണ് അവരത് എടുത്ത് കാണിച്ചതും. അല്ലെ, ആർക്ക് പോയാലും അത്രത്തോളം കള്ളവോട്ട് പോയി എന്നുള്ളത്. അല്ല ഇതുവരെ പിന്നെ അതേപോലെ ഒരേ ആളെ ഫോട്ടോ വെച്ചിട്ട് പല ബൂത്തുകളിലായിട്ട് അയാൾ പോയി വോട്ട് ചെയ്തത് സെയിം ഇത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ സ്റ്റെഫാൻ ഉണ്ട് ഇവിടെ ഈ സ്റ്റുഡിയോൻ്റെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഓനോട് ചോദിച്ചു, അതായത് ഇവിടെ പോളണ്ടിൽ എങ്ങനെയാണ് ഇലക്ഷൻ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഓൻ പറഞ്ഞു ഓനും പോളണ്ടിലെ ഇലക്ഷനിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് ഇവിടെ പോളണ്ടിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ളൂ. ഓൻ പറഞ്ഞത് ഇവിടുത്തെ അത്ര ട്രാൻസ്പെറൻ്റ് അല്ല എന്ന് തന്നെയാണ്. ഇവർക്ക് മെഷീൻസ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലും കുറച്ച് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് മെഷീനിൽ 10 ആൾ വോട്ട് ചെയ്ത് 7 എണ്ണം BJP പോകുന്നത്, അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അതൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ മെഷീൻസ് അല്ല, ഇവിടെ ബാലറ്റ് തന്നെയാണ്, പക്ഷേ ബാലറ്റ് ഒരു പേപ്പർ എക്സ്ട്രാ കയറ്റുന്നതെന്നൊക്കെ ഓൻ പറഞ്ഞു. അപ്പോൾ മണി പവർ പൈസ എല്ലാം എന്തും ആവാം. ലൈക്ക് ഇപ്പം പറഞ്ഞില്ല, ഇപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ എടുക്കുകയാണെങ്കിൽ BJPക്ക് ആണ് ലൈക്ക് മണി കൂടുതൽ, മണി വൈസ് നമ്മൾ ഡാറ്റ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡാറ്റാസ് പുറത്ത് വന്നത് തന്നെ BJP ആണ് ഏറ്റവും കൂടുതൽ ഇലക്ഷനിൽ ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നതും അവർക്കാണ് ഏറ്റവും കൂടുതൽ ഫണ്ടിങ് ഉള്ളത്. അപ്പോൾ ഫണ്ടിങ് ഇല്ലോൻ പറഞ്ഞില്ലേ ഇൻഫ്ലുവൻസ് ഉണ്ടാവും, അത് കയ്യിലെടുക്കും എന്നുള്ളത് തന്നെ. അതുകൊണ്ട് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു അറിയില്ല, ഇതെങ്ങനെ നമ്മൾ കറപ്ഷൻ ഫ്രീ ആക്കും എന്നുള്ളത്. ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും നല്ല സിസ്റ്റം തന്നെയാണ് ഡെമോക്രസി എന്ന സിസ്റ്റം. പക്ഷെ അതങ്ങനെയാണ് ബിൽഡ് ചെയ്തതും അതിൻ്റെ ഫൗണ്ടേഴ്സ് ആരായാലും അവർ ആ ഒരു വിഷൻ വെച്ചിട്ടാണ് ചെയ്തത്, തുല്യരായി കാണാൻ വേണ്ടിയിട്ട് മനുഷ്യരെ. പക്ഷെ അതിൽ കുറേ ലൂപ്പ് ഹോൾസ് കണ്ടെത്തിയ ആൾക്കാർ അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടായി പിന്നെ ജനങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം കണ്ടോ. അതുകൊണ്ടാണ് കറപ്ഷനും കാര്യങ്ങളൊക്കെ കൂടുതൽ. അതുകൊണ്ടാണ് പല ആൾക്കാരും ഈ കാലത്ത് ഡിക്റ്റേറ്റർഷിപ്പിനെ വരെ വാഴ്ത്തപ്പെടുന്നത്. മനസ്സിലായോ? അതാണ് ഇതിനേക്കാളും നല്ലത്. ആ ഒരൊറ്റ ഒരാളുടെ ഐഡിയയിലെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതുകൊണ്ടാണ്. ഫാരിസ് എന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ട് ഒരു കാര്യം. ഒരു ഡിക്റ്റേറ്റർ ആണ്. പിന്നെ അത് പല രീതിയിലും ആൾക്കാർക്ക് എടുക്കാം. മനസ്സിലായോ? അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ പറയണ്ടേക്കാം, അത് ആൾക്കാരെ ഓരോരുത്തരുടെ ചോയ്സാണ്. മനസ്സിലായോ? എങ്ങനെ വരുന്നു എന്നുള്ളിടത്താണ്. ചിലപ്പോൾ സ്പെസിഫിക് എക്സാമ്പിൾസ് ഓൻ്റെ മൈൻഡിൽ ഉദ്ദേശിച്ചിട്ടൊക്കെ ആയിരിക്കാം. നോർത്ത് കൊറിയ ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്. മനസ്സിലായോ? അതെ, നോർത്ത് കൊറിയയിൽ അത്ര നല്ല ഡിക്റ്റേറ്റർഷിപ്പ് അല്ല. നമ്മൾ പുറത്ത് വരുന്ന ന്യൂസ് ഒന്നും അത്ര നല്ലതല്ല. പക്ഷേ സൗദിയിൽ പിന്നെയും എനിക്കറിയില്ല, എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടിയും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഡിക്റ്റേറ്റർഷിപ്പാണ്. കമ്പയറബിളി ആണ് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു കൺട്രീസിനെ മാറ്റിമറിക്കണം എന്നുണ്ടെങ്കിൽ ജനാധിപത്യം തന്നെയാണ് ഏറ്റവും നല്ലത് ആ കാര്യത്തിൽ. ഇപ്പോൾ എൽ സാൽവഡോറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതല്ലേ, അവിടെ എങ്ങനെയാണ് MS-13 എന്നൊക്കെ പറഞ്ഞ ഗ്യാങ്സ് ഉണ്ട്. അതായത് ഫുൾ നോർത്തൻ അമേരിക്ക ഒക്കെ ഡ്രഗ് ഡീൽ ചെയ്യുന്നത്. അവർ ഓരോ ആൾക്കാരെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ടാറ്റു അടിക്കും, കണ്ണീരിൻ്റെ ഒക്കെ. അവിടെ നായിബുക്കൽ എന്ന് പറഞ്ഞ ആ പ്രസിഡന്റ് വരുന്നു, അയാൾ വന്നിട്ട് ആ കൺട്രിയിൽ ഫുള്ള് അടിപൊളിയാക്കി മാറ്റിപ്പോ. ലോകത്തിലെ ഏറ്റവും സ്ട്രിക്റ്റ് ജയിലിലൊന്ന് അതൊന്ന് യൂട്യൂബിലൊരു ഈ എൽ സാൽവഡോറിലുള്ള ജയിലിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഒന്ന് കാണണം. എത്രങ്ങാനും ഗ്യാങ് മെമ്പേഴ്സാണ് ആ ജയിലിലുള്ളത്. അവരുടെ ജീവിത രീതി ഇയാളാ രാജ്യത്തിന് എങ്ങനെയാണ് മാറ്റിയത്. ഇനിയിപ്പോൾ എന്താ വെച്ചിട്ടാ അയാളവിടെ ലിമിറ്റഡ് ടേംസ് ഉണ്ട് ഓരോ പ്രസിഡൻസിന്. എല്ലാ വർഷം ഇത്ര 2 തവണ 3 തവണ നിൽക്കാൻ പറ്റുള്ളൂ എന്നുണ്ട്. അത് മാറ്റി ഒരാൾക്ക് എത്ര നിൽക്കാന്നുള്ള ഇതാക്കി. എന്താ വെച്ചാൽ അയാൾക്ക് തുടരണം എന്ന് ആൾക്കാർക്കും താല്പര്യമാണ്. അപ്പോൾ ആ ടൈപ്പിൽ അയാൾ US എന്തോ ട്രംപിൻ്റെ അടുത്ത് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതായത് നിങ്ങൾ ഞങ്ങൾക്ക് തീരാണെങ്കിൽ ഇവിടുത്തെ അങ്ങനെ തന്നെ അവർ എടുത്തു. അവരെത്ര ലീഡേഴ്സിനും എടുത്തു, അല്ല എത്ര പിന്നെ ഗ്യാങ് മെമ്പേഴ്സിനൊക്കെ അവർ ഏറ്റെടുത്തു. അവരെ ജയിലിൽ പിന്നെ സ്പേസ് ഉണ്ട്, ഞങ്ങൾ ചെയ്തോളാം, ഇത്ര പൈസ തരണമെന്നാണോ, പൈസ ഉണ്ട് അതിന്.
അതുപോലെ കുറച്ച് ക്ലീനപ്പ് ചെയ്ത് കൊടുത്തു. കൊടുത്തു. പക്ഷെ അതിനെതിരെയും അയാൾ അങ്ങനെ ചെയ്താലും അതിലറിയാതെ പെടുന്ന കുറേ ആൾക്കാരുണ്ട്. ജസ്റ്റ് ഒരു ഫുട്ബോൾ പ്ലെയർ ഉണ്ട്, ഏതോ ഒരു ചെറിയ ക്ലബ്ബിൽ കളിക്കുന്ന, അയാൾക്ക് കുറച്ച് ടാറ്റൂസ് ഉണ്ട്. അപ്പോൾ അയാൾ ഒരു ഗ്യാങ് ലീഡർ വിചാരിച്ചിട്ട് ആ നിരപരാധിനെ കൊണ്ടുപോയി ജയിലിലിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലിട്ടാൽ പിന്നെ സാധാരണക്കാർക്കൊന്നും വിസിറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരാൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു ആളവിടെ പോയാൽ അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ അതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്, ഈ ജയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ ഓരോ സ്റ്റെപ്പ് പോകുന്നതും അതെല്ലാം മനസ്സിലായി. അതാണ് അത്. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നമ്മളെ ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമമുണ്ടല്ലോ, അതായത് അങ്ങനെ പറഞ്ഞു കേട്ടാണ്, അതായത് 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളത്. അല്ല, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും. അപ്പോൾ ഇന്ത്യയിൽ ലൈക്ക് അതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 1000 ഗ്യാങ്സ്റ്റേഴ്സിനെ പിടിച്ചില്ലെങ്കിലും ഒരാൾ പോലും അങ്ങനെ നിരപരാധി ആയാലും ജയിലിൽ കിടക്കരുത്. മീൻസ് അപ്പോൾ അത് ലൂപ്പ് ഹോൾ, അതിൽ മിസ്യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ അതിൻ്റെ നേരെ തിരിച്ചാണ്. അപ്പോൾ അതിലും ഫാൾട്ടുകളുണ്ട് രണ്ടിലും. സത്യമാണ്, അതാണ് നമ്മൾ കാണുന്നത്. അതായത് ഇപ്പോൾ ഇന്ത്യയിലെ നിയമങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് സംഭവം. പക്ഷേ വക്കീൽമാർ ഈ ഒരു നിരപരാധിനെ അറക്കണ സെയിം റൂൾ എന്ത് ചെയ്യും, കുറ്റക്കാരനെ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ കണ്ടത്. ആര് പിന്നെ ഗോവിന്ദസ്വാമി എന്താണ് ഗോവിന്ദസ്വാമിക്കൊക്കെ ഇത് കിട്ടിയ ജയിലിൽ ചാടിയല്ല, അയാൾക്കൊക്കെ തൂക്കുകയറ് കിട്ടാതെ അയാളൊക്കെ കഴിച്ചിലായത്. അപ്പോൾ അങ്ങനത്തെ നിയമങ്ങൾ പല ആൾക്കാർക്കും ഇങ്ങനെയും പോകുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതെ, അതൊക്കെ ഫസ്റ്റൊക്കെ അതൊക്കെ ഉപയോഗിച്ചപ്പോൾ പ്രതികരിച്ചിട്ടുണ്ടാവും. പക്ഷെ പിന്നെ അത് പവർലെസ് ആയി മാറിയിട്ടുണ്ടാവും ആ പ്രതികരണങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് ആളുകൾ തന്നെ അങ്ങനെ അംഗീകരിച്ചു തുടങ്ങുന്നു അല്ലേ? ഈ ഗോവിന്ദസ്വാമിയുടെ വിഷയത്തിൽ ഒരുപാട് ട്രോളുകൾ കണ്ടിരുന്നു ഞാൻ. അതിലൊന്ന് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് ജയിലിൽ ചാടിയതല്ല, സപ്പോർട്ടോട് കൂടി ചാടിയതാണ്. കാരണം ഒരു കാര്യം ഞാൻ പറയാം, കാരണം PV അൻവറിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. സംഭവം എത്രത്തോളം ശരിയാണെന്ന് ഞാൻ അറിയപ്പെടുത്ത ചോദ്യം, പക്ഷേ അത് പോസിബിൾ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. അയാൾ PV അൻവർ ചെയ്ത പോലെയാണ് അവിടുത്തെ അളവും കാര്യങ്ങളും അവിടുത്തെ പ്രകൃതി അതേപോലെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അയാളെ ഒറ്റക്കല്ല ചെയ്തിട്ടുള്ളത്. അത് ഇപ്പോൾ PV അൻവർ പറഞ്ഞ സത്യമാണോ നോണയാണോ എന്നുള്ളതല്ല നമ്മളിവിടെ ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് പോസിബിൾ ആണ്. ലൈക്ക് ഇന്ത്യയിൽ അത് പോസിബിൾ ആണ്. പൈസ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറ്റും. എൻ്റെ MLA അല്ലേ അയാള്? എന്താ ഓരോന്ന് കാണുമ്പോഴേ ഞാൻ അപ്പോൾ അതാണ് സ്റ്റെഫാനോട് സംസാരിച്ചപ്പോഴും അതന്നെ ഇവിടെ പേരിട്ടു. ഓനക്ക് മലയാളം അറിയില്ല, അതാ വന്ന് അല്ല എല്ലാ എല്ലാ നാട്ടിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളെ ഇന്ത്യയിൽ മാത്രമല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഇങ്ങനത്തെ എല്ലാ നാട്ടിലും ജനങ്ങൾ എപ്പോഴും സഫറിങ് തന്നെയാണ് ഇങ്ങനത്തെ ഈ പൊളിറ്റീഷ്യൻസിനെ കൊണ്ട്. അതെ. അതേപോലെ ഇനിയൊരു കാര്യം നമ്മളൊക്കെ എപ്പോഴും സംസാരിക്കാൻ പറഞ്ഞാണ്, നമ്മൾ ഒരുപാട് സംസാരിച്ചാണ് എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ചിട്ട്. അപ്പോൾ എപ്സ്റ്റീൻ ഫയൽസ് ഞാനൊന്ന് ഡിസ്ക്രൈബ് ചെയ്യണം, എന്താണെന്ന് പാടി ഒന്നുകൂടി പറഞ്ഞോളൂ. അപ്പോൾ അതൊരു ഒരു 70s 80s മുതൽ എപ്സ്റ്റീൻ ഫയൽസിനെ പറ്റി പഠിക്കാൻ തുടങ്ങണം. എപ്സ്റ്റീൻ ആരായിരുന്നു, എപ്സ്റ്റീൻ എങ്ങനെ ഈ ഫയൽസ് എങ്ങനെ വന്നു, ഇപ്പോൾ എപ്സ്റ്റീൻ എങ്ങനെ മരിച്ചു 2019 മരിച്ചു. എപ്സ്റ്റീൻ ഒരു ഹൈസ്കൂൾ മാത്സ് ടീച്ചറായിരുന്നു എന്ന് പറയുന്നവരുണ്ട്, ആയിരുന്നു എന്ന് അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. ചില ആൾക്കാർ പറയുന്ന അയാളെ ഒരു 20s മുതലാണ് ചില ആൾക്കാർ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ പറയാം. അതായത് അയാളൊരു ആസറ്റ് മാനേജറായിരുന്നു. കുറേ ആൾക്കാർ പണം കൊടുക്കും, അത് മാനേജ് ചെയ്യും, ആ രീതിയിലുള്ള ഒരാളായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇയാളെ പോപ്പുലാരിറ്റി US കൂടാൻ തുടങ്ങി. ആൾക്കാർക്ക് ഇടയിൽ മാഗസിൻസിൽ പത്രങ്ങളിലൊക്കെ ചർച്ച വരാൻ തുടങ്ങി. പക്ഷെ ആർക്കും ഒന്നും അറിയില്ലായിരുന്നു ഈ എപ്സ്റ്റീൻ ആരാണ്. ഇയാളെ പേര് കേൾക്കും, ഇയാളെ പേര് ബാക്കിയുള്ള വലിയ വലിയ ഫിഗേഴ്സൊക്കെ പിന്നെ ഒരു കൂട്ടം കൂടി സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ മെൻഷൻ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആർക്കും അറിയില്ല യഥാർത്ഥത്തിൽ എപ്സ്റ്റീൻ ആരാണ്. അയാളെ ഫോട്ടോ അവിടെ കാണും, പേര് കേൾക്കും, പക്ഷെ എന്താണ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇയാൾ ഇത്ര പോപ്പുലർ, ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ഗോസ്റ്റ് ലൈക്ക് ഫിഗറായിരുന്നു ആര്, എപ്സ്റ്റീൻ. അങ്ങനെ എപ്സ്റ്റീൻ ഗിലൈൻ മാക്സ്വെൽ എന്ന് പറഞ്ഞ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു എപ്സ്റ്റീന്. ആ ഗിലൈൻ മാക്സ്വെൽ ഒരു ബ്രിട്ടൻ സിറ്റിസൺ ആയിരുന്നു, US മൂവ് ചെയ്ത്. പുള്ളിക്കാരത്തിയുടെ അച്ഛനായിരുന്നു ദി മിറർ എന്നൊക്കെ പറഞ്ഞ ഇന്നത്തെ ന്യൂസ് പേപ്പറുണ്ട് UK ഏറ്റവും നല്ല പോപ്പുലർ ആയിട്ടുള്ളൊരു ന്യൂസ് പേപ്പേഴ്സിലൊന്നാണ്. അതിൻ്റെ ഓണറായിരുന്നു പുള്ളിക്കാരൻ. KGB അല്ലേ, മറ്റേ റഷ്യൻ്റെത്, പിന്നെ ഇൻ്റലിജൻസ് അത്, അതേപോലെ UK ഇൻ്റലിജൻറ്റ്
ഏജൻസി, അതേപോലെ മൊസാദ്, ഈ 3 പരസ്പരം അറിയാതെ സ്പൈ ആയി വർക്ക് ചെയ്തിട്ടുണ്ട് അയാളൊരു ബില്യണറായിരുന്നു. ട്രിപ്പിൾ ഏജന്റ് ആയിട്ട് ട്രിപ്പിൾ ഏജന്റ് ആയിട്ട്. പക്ഷെ അയാളെ കൂടുതൽ സ്വാധീനം അയാൾ കൊടുത്തിരുന്നത്, അയാൾ കൂടുതലായിട്ട് വർക്ക് ചെയ്തിരുന്നത് മൊസാദിനായിരുന്നു. വേണ്ടിയിട്ടായിരുന്നു. ഗിലെയിൻ മാക്സ്വെൽ എന്ന് പറഞ്ഞ പിന്നെ ആ സ്ത്രീന്റെ എപ്സ്റ്റീൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ അച്ഛൻ. ഓക്കെ, അങ്ങനെ ഈ അച്ഛൻ മരിച്ച ശേഷം ഗിലെയിൻ മാക്സ്വെലിന് എന്തായി, അച്ഛൻ ഇതേമാതിരി ഒരു പിന്നെ എന്തോ ഒരു ദുരൂഹ സാഹചര്യത്തിലാണ് മരണപ്പെട്ടത്. അപ്പോൾ ലക്ഷറി ലൈഫ് ആയിരുന്നു, യാച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് 80s 90s അങ്ങനെ ജീവിച്ചു പോകുന്നതാണ് ഗിലെയിൻ മാക്സ്വെൽ എന്ന് പറഞ്ഞാൽ. പുള്ളിക്കാരന് ജൂതനായിരുന്നു. അപ്പോൾ മൊസാദിനോടായിരുന്നു കൂടുതൽ അയാൾക്ക് താല്പര്യങ്ങൾ. അയാൾ ഈവൻ സ്പൈ ആയിട്ട് റഷ്യക്ക് വേണ്ടിയിട്ടും ഇവർക്ക് വേണ്ടിയിട്ടും എന്താ യുകെൻ്റെ ഇൻ്റലിജൻറ്റ് വെച്ചിട്ട് MI6 അങ്ങനെ എന്തോ ആണ്. ഓക്കെ, അപ്പോൾ പിന്നെ എന്തായി, ഈ ഗിലെയിൻ എന്തായി, പൈസ ഇല്ലാതായപ്പോൾ ഒരു ഇൻസെക്യൂറായി, അല്ല ഇൻസെക്യൂർ എങ്ങനെ പറയാ, പുള്ളിക്കാരൻ അത് പൈസ വരാതെ പറ്റാത്ത അവസ്ഥ അവസ്ഥയിലെത്തി. അങ്ങനെയാണ് എപ്സ്റ്റീനെ കണ്ടുമുട്ടുന്നത്. എപ്സ്റ്റീൻ ആ ഒരു 90s ബിഗിനിങ്ങിൽ അല്ലെങ്കിൽ 80s ബിഗിനിങ്ങിലൊക്കെ ആയിട്ടാണ് ഇവർ കണ്ടുമുട്ടുന്നത്. പുള്ളിക്കാരൻ അന്ന് $1 ബില്യൺ ഒരാളെ ആസറ്റെ മാനേജ് ചെയ്യുള്ളൂ, അല്ല മിനിമം എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള, അങ്ങനെ ആ ഒരു പേരിലാണ് ഈ ഗിലെയിൻ ബന്ധപ്പെടുന്നത്. പക്ഷെ അപ്പോഴൊന്നും പിന്നെ ആർക്കും അറിയില്ലായിരുന്നു, എല്ലാവരും അങ്ങനെ വിശ്വസിച്ചിരുന്നത് എപ്സ്റ്റീൻ ഇങ്ങനെ ആസറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആളാണ്, മിനിമം $1 ബില്യൺ വേണം എപ്സ്റ്റീൻ ഒരാൾ ആസറ്റ് ഹൈ മാനേജ്മെൻറ്റ്. ഫിഗർ ഒരാളാണ് മൊത്തത്തിൽ ബില്യണേഴ്സിന്റെ ഇടയിൽ ഇയാൾ ഉണ്ടായിരുന്നത് ആ സമയത്ത്. അപ്പോൾ എപ്സ്റ്റീൻ കൂടുതൽ ക്ലോസ് ആയിട്ട് നിന്നിരുന്നേ നമ്മളെ ഈ വിക്ടോറിയ സീക്രറ്റിൻ്റെ ഫൗണ്ടർ ഉണ്ട്. അയാൾ ആ വിക്ടോറിയ സീക്രറ്റിൻ്റെ ഒക്കെ ആ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, കുറച്ച് ലക്ഷറിയസ് ക്ലോത്ത്സിൻ്റെ ഒക്കെ ഒരു ബ്രാൻഡ്, അതുകൊണ്ട് ഒരാളുടെ ആ ആളുമായിട്ടായിരുന്നു എപ്സ്റ്റീൻ ഫസ്റ്റായിട്ട് കൊളാബറേറ്റ് ചെയ്തിരുന്നത്. അയാൾ ഭയങ്കര ബില്യണറി ആയിരുന്നു. അപ്പോൾ അയാൾ ഇത്ര മില്യൺ എപ്സ്റ്റീന് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്തിനു കൊടുത്തു, എങ്ങനെ കൊടുത്തു ഒന്നും ഇപ്പോഴും വ്യക്തമല്ല ആൾക്കാർക്ക്. പിന്നെ ഈ ഗിലെയിൻ മാക്സ്വെല്ലാണ് കൂടുതൽ കഥകൾ പിന്നെ എപ്സ്റ്റീനെ പറ്റിയിട്ട് കോടതിയിൽ മുമ്പാകെയും ബാക്കിയുള്ള ആൾക്കാരെ മുമ്പാകെയൊക്കെ സീക്രട്ടായിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുന്നത്. അതായത് മാക്സ്വെൽ എന്ന് വെച്ചാൽ ഈ സ്ത്രീക്ക് അത്രയും പിന്നെ ഹൈ പ്രൊഫൈലുള്ള ആളുകളെ ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. അച്ഛന് അത്രയും വലിയ ബില്യണർ പ്രിൻസ് ആൻഡ്രൂ ഒക്കെ ആളുകളായിട്ടുള്ള, അപ്പോൾ ആ ഒരു സർക്കിളിൽ അപ്പോൾ അത് എപ്സ്റ്റീനും ആ പിന്നെ രീതിയിൽ എന്തായി ഒരു കിട്ടലായി. എന്താ വെച്ചാൽ വേറെ നെറ്റ്വർക്ക് വേറെ രീതിയിൽ പോവല്ലേ, US കൂടാതെ ഇവിടെ എത്തി. അപ്പോൾ പിന്നെ എപ്സ്റ്റീന് അങ്ങനെ അവർ നല്ല ബന്ധത്തിലായി. അങ്ങനെ ഈ സ്ത്രീക്ക് മനസ്സിലായി, ഈ സ്ത്രീ പറയാണ് വേറെ ഭാഗം, എപ്സ്റ്റീന് കുറച്ച് താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ കുറച്ച് എന്താ പറയുക, ഭയങ്കര നോട്ടി ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് എപ്സ്റ്റീന് മൈനേഴ്സായ പെൺകുട്ടികൾ, അതായത് ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുമായിട്ട് ബന്ധപ്പെടാൻ, സെക്സിലേർപ്പെടാനൊക്കെ താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഗിലെയിൻ മാക്സ്വെലിന് എപ്സ്റ്റീൻ കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല, ഇനി പൈസ ഉണ്ടാക്കണമെങ്കിലോ അല്ലെങ്കിൽ പൈസക്കാരനായിട്ടോ ആരുമില്ല. അപ്പോൾ ഗിലെയിൻ എന്ത് ചെയ്ത് എപ്സ്റ്റീന് പെൺകുട്ടികളെ കണ്ടേ കൊടുക്കാൻ തുടങ്ങി. അതായത് ഗിലെയിൻ എന്താ ഏറ്റവും ടോപ്പിൽ, ഇതൊരു MLM പോലെ നിങ്ങൾ ചിന്തിക്കണം. ഗിലെയിൻ മാക്സ്വെൽ എന്ത് ചെയ്യും, ഈ ഹൈസ്കൂൾ ഫ്ലോറിഡയിലാക്കി അവരുടെ മാൻഷനൊക്കെ, എപ്സ്റ്റീന് ഒരുപാട് വലിയ കൊട്ടാരങ്ങളും ബംഗ്ലാവും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ പിന്നെ പാരീസിൽ അയാൾക്ക് സ്വന്തമായിട്ടൊരു ഐലാൻഡ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഗിലെയിൻ എന്ത് ചെയ്യും, ഈ ഇവിടെയൊക്കെ പോവും, ഈ ഇവരെ മാൻഷൻ്റെ അടുത്തുള്ള ഹൈസ്കൂളിലൊക്കെ പോവും. എന്നിട്ട് അവിടുന്ന് ഏതെങ്കിലും ഒരു ഫസ്റ്റായിട്ടൊരു പെൺകുട്ടീനെ അങ്ങനെ, നിനക്കൊരു $200 ഒന്ന് ഉണ്ടാക്കണം വയ്ക്കും, വേണമെന്ന് പറയും. ഇവിടെ ഒരു വയസ്സായ ഒരാളുണ്ട്, അയാൾ ഈ അഡ്രസ്സിൽ വന്നിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ $200 $200. അങ്ങനെ $200 വേണ്ടിയിട്ട് ഈ പെൺകുട്ടി പോവും. $200 കിട്ടില്ലേ, ക്രിസ്മസിൻ്റെ ഒക്കെ ടൈമാവും, ക്രിസ്മസിന് പൈസ ഉണ്ടാക്കല്ലേ വിചാരിച്ചിട്ട്. അപ്പം 90s 2000 തുടക്കത്തിലൊക്കെയുള്ള കഥകളാണ്. അന്ന് $200 പൈസ സംഖ്യയാണ്. അതും 8ലും 9ലൊക്കെ പഠിക്കുന്ന 14, 15, 13 വയസ്സുള്ള പെൺകുട്ടികൾ. അപ്പോൾ ഈ പെൺകുട്ടി പോയിട്ട് മസാജ് ഇട്ട് തുടങ്ങുമ്പോൾ ഈ എപ്സ്റ്റീൻ പറയും ഡ്രസ്സൊക്കെ അയക്കണം, ഫുള്ളായിട്ട് നെയ്ക്ഡ് ആവണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ പെൺകുട്ടികൾ ഇത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഈറ്റങ്ങളൊക്കെ ചെറുതാണ്, ഇവർക്കൊന്നും ഇത് അറിയില്ല. അങ്ങനെ ഒരു എന്താ ചെയ്യാതെ നമ്പായി നിൽക്കുന്നൊരു അവസ്ഥ വരും. ആ അവസ്ഥയിൽ പോയി അറിയാതെ ചെയ്തു പോകും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവർ എപ്സ്റ്റീൻ വേണ്ട മസാജിൻ്റെ അപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്യും, ഇവർ സ്റ്റക്കായിട്ട് എല്ലാത്തിനും നിന്ന് കൊടുക്കും.
അങ്ങനെ എന്ത് ചെയ്യും ഈ പെൺകുട്ടി പിന്നെയും ചിന്തിക്കും. എപ്സ്റ്റൈൻ പറയും 200 ഇനിയും വേണമെന്നുണ്ടെങ്കിൽ വന്നാൽ മതി. ആദ്യമൊക്കെ കുറച്ച് റിഗ്രറ്റ് ഉണ്ടാവും ഈ കുട്ടികൾക്ക്, പിന്നെയും വരും. പിന്നെ ഈ കുട്ടീൻ്റെ അടുത്ത് പറയും നീ ഒരാളെയും കൂടി കൊണ്ടുവരാൻ വെച്ചാൽ നിനക്കും 200 കിട്ടും, ആ കുട്ടിക്ക് 200 കിട്ടും. അങ്ങനെ എന്ത് ചെയ്ത് എപ്സ്റ്റൈൻ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു നെറ്റ്വർക്കേ ബിൽഡ് ചെയ്തു. ഒരു MLM സ്കീം പോലെ അഫിലിയേറ്റ് ചെയ്ത് കണ്ട് കൊണ്ടുവരുന്നത് പോലെ. അങ്ങനെ ഒരു പെൺകുട്ടി തന്നെ അവിടെ ആ ഏരിയയിൽ ഫ്ലോറിഡയിൽ പാം ഹൗസ് ബീച്ചോ ന്യൂ ബീച്ചോ അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെ ആ ഏരിയയിൽ കുറേ റിച്ച് ആൾക്കാർ ജീവിക്കുന്ന ഒരു ഏരിയയാണ്. അവിടെയുള്ള ഹൈസ്കൂൾസ്, അവിടെ എടുത്തുള്ള ഹൈസ്കൂൾ ഉണ്ടാവും, ഈ പബ്ലിക് ഹൈസ്കൂൾ, ഈ പാവപ്പെട്ട കുട്ടികളൊക്കെ പഠിക്കുന്നത്. അവിടുന്ന് ഒരു പെൺകുട്ടി മാത്രം 64 ആൾക്കാരെ ഇയാൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഒരു പെൺകുട്ടി അവളെ അണ്ടറിൽ 64 ആൾക്കാരെ, ഓരോ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഇവൾക്ക് 200 കിട്ടും. അങ്ങനെ എത്ര കുട്ടികൾ, ചില പെൺകുട്ടികൾ പറയുന്നുണ്ട് 24 പെൺകുട്ടികളെ അയാൾക്ക്. അങ്ങനെ ഇയാൾ എന്ത് ചെയ്ത് ഈ ഒരു രീതിയിലായിരുന്നു കാര്യങ്ങൾ. അങ്ങനെ ഇയാൾ ഈ കുട്ടികളെ വേറെ ആൾക്കാരെ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതൊക്കെ പവർഫുള്ളായിട്ടുള്ള വലിയ ഫിഗേഴ്സ് ആയിട്ടുള്ള ഹൈ പ്രൊഫൈൽ നമ്മൾ പറയുന്നത് ആളുകൾ. ഇതിൽ ഞാനൊരു കാര്യം കൂടി ആഡ് ചെയ്യട്ടെ. നിങ്ങൾ ഈ എപ്സ്റ്റീൻ ഫയൽ എന്ന് പറഞ്ഞല്ലോ, ഈ എപ്സ്റ്റീൻ ഫയൽ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. അതേപോലെ പുറത്ത് വിട്ടൊരു സാധനം എപ്സ്റ്റൈൻ ഫയൽ എന്താണ് അങ്ങോട്ട് എത്തട്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ എന്താ വെച്ചിട്ടാ സംഭവം, അപ്പോൾ ഈ കുട്ടികളൊക്കെ കുറേ ആൾക്കാരെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തു. അതായത് വലിയ പൊളിറ്റീഷ്യൻസിൻ്റെ പിന്നെ ഇയാൾക്ക് സ്വന്തമായിട്ട് ഐലാൻഡൊക്കെ ഉണ്ടായിരുന്നല്ലോ, സ്വന്തമായിട്ട് ഐലാൻഡ് ഉണ്ട്, ഹെലിപ്പാഡൊക്കെ ഉള്ള ഐലാൻഡ്. അവിടെ പോയിട്ട് ഇറങ്ങും. ഈ പെൺകുട്ടികളൊക്കെ ഇയാൾ കൊണ്ടുപോകും. അതിൽ അഡൽട്ടായ പെൺകുട്ടികളുണ്ടായിരുന്നു. പല സ്റ്റോറി ഉണ്ട്. ഇത് പല ആൾക്കാർക്കും പല സ്റ്റോറീസാണ്. അപ്പോൾ ഇവരൊക്കെ വന്ന് ഇറങ്ങും ഈ ഐലാൻഡിൽ. എന്നിട്ട് എന്ത് ചെയ്യും, പിന്നെ പല ഫിഗേഴ്സിനും കാണും. പ്രിൻസ് ആൻഡ്രൂ ഉണ്ടായിരുന്നു, പിന്നെ ട്രംപ്, പിന്നെ വേറെ ആരൊക്കെ കുറേ നെയിംസ്. ബിൽ ക്ലിൻ്റൺ എന്തായാലും ഉണ്ട്. ഒരുപാട് നമ്മൾ എണ്ണമറ്റ അത്രയും എന്താ വെച്ചാൽ ഇപ്പം അയാൾക്ക് സ്വന്തമായിട്ട് 2 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, പ്രൈവറ്റ് ജെറ്റ്. ഇയാൾ എന്നിട്ട് 2009 ഒക്കെ ആകുമ്പോൾ ഇയാളെ ഇതിന് വിളിക്കുന്നുണ്ട്, കോടതിക്ക് വിളിക്കുന്നുണ്ട്. അന്ന് അയാൾ സിമ്പിളായിട്ട് അവിടെ നിന്ന് ഊരിപ്പോരും, ജസ്റ്റ് ഹൗസ് അറസ്റ്റുമേ. എന്നിട്ട് ഹൗസ് അറസ്റ്റിലായ ആൾ എന്നിട്ട് പിന്നെയും പുറത്തൊക്കെ പോകാൻ പറ്റില്ല, അറിയില്ല. ഇയാൾ പുറത്തൊക്കെ പോകും, എല്ലാവർക്കും ആ ഹൗസ് അറസ്റ്റിന്റെ കേസ് എങ്ങനെയാണോ, ഡെയിലി 8 മണിക്കൂറാണ് ഹൗസ് അറസ്റ്റ്. ബാക്കി സമയത്ത് അയാൾക്ക് ഓഫീസിൽ പോവുക, അയാളെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ 8 മണിക്കൂർ ഹൗസ് അറസ്റ്റ്. എന്നിട്ട് ഇയാൾ പുറത്തൊക്കെ പോകും, അവിടെ ഇവിടെ ഹോട്ടലിലും എല്ലായിടത്തും പോകും, ആരും ഒന്നും ചോദിക്കില്ല. ഇയാൾ ഒരു ദിവസം പിന്നെ ഫ്ലോറിഡയിലൊരു സ്റ്റേഷനിൽ പോയിട്ട് എനിക്ക് കുറച്ച് പൈസ ഡൊണേറ്റ് ചെയ്യണം. എത്ര ചോദിച്ചാൽ $1,00,000. ആ 2000 ടൈം. അങ്ങനെ റിച്ച് ആയിരുന്ന ആൾ. അങ്ങനെ പിന്നെന്താ പറയുക, ഇത്രയും ആൾക്കാരെ വന്ന എല്ലാ ഹൈ പ്രൊഫൈൽ ആൾക്കാരും ഈ ഒരു ഉദ്ദേശത്തിൽ വന്നതാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇയാൾ ഇത്രയും വലിയ നെറ്റ്വർക്കിലേക്കുള്ള ഒരു എൻട്രൻസ് തുറന്നു വരുമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുള്ള ആളുകളും ഉണ്ടാവാം. അതേപോലെ തന്നെ പെൺകുട്ടികളെ ഒക്കെ ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എന്താ അറിയോ, ഇയാൾ ഇടൻ ക്യാമറാസ് എല്ലാ റൂമിലും. ഈ പോലീസുമാർ ഇയാളെ ഹൗസ് റൈഡ് ചെയ്തപ്പോൾ കണ്ടുപിടിച്ച് കോൺക്രീറ്റിൻ്റെ ഉള്ളിലാണ് ഓരോ ക്യാമറാസ്. അങ്ങനെ ഒരുപാട് ക്യാമറാസ് അവർ കണ്ടുപിടിച്ചിരുന്നു. അങ്ങനെ ഇത്രയും ക്യാമറാസിലുള്ള വീഡിയോസൊക്കെ മൊസാദിൻ്റെ കയ്യിലുണ്ടെന്നും ഇയാളൊരു മൊസാദ് ഏജൻ്റാണെന്നും ഇയാളോ അല്ലെങ്കിൽ ഗിലൈനോ എന്താ വെച്ചാൽ മൊസാദ് ഏജൻ്റ് ആണെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ റീസെൻ്റ്ലി ന്യൂയോർക്ക് ടൈംസ് ഇയാളെ റൂമിലുണ്ടായിരുന്ന ആൾക്കാരെ ഫോട്ടോസ് പുറത്തുവിട്ടു. അപ്പോൾ അതിലുണ്ട് മുഹമ്മദ് ബിൻ സൽമാൻ, അതായത് സൗദി പ്രിൻസ്, ഇയാളെ കൂടെ നിൽക്കുന്ന പിന്നെ പിക്ചർ. അപ്പോൾ ഇത് എത്രത്തോളം വലുതാണെന്നും എന്തൊക്കെയാണ് ബ്ലാക്ക് മെയിൽ ചെയ്യാനാണോ ഇത് ഉപയോഗിച്ചിരിക്കണമെന്നും ആർക്കും ഒന്നും അറിയില്ല. ട്രംപ് ഇതിലുള്ള ഒരാളാണ്. ട്രംപിനെ സമ്മതിക്കുന്നുണ്ട് പല തവണയായിട്ട്. എന്താ ഇയാളൊരു ഓൺലി ഫീമെയിൽസിൻ്റെ ഒരു പാർട്ടി വെച്ചിരുന്നു ഒരു 90s. അന്ന് ട്രംപും ഇയാൾ മാത്രമേ അവിടെ ആണായിട്ടുണ്ടായിരുന്നുള്ളൂ. ട്രംപ് ഇയാൾക്ക് എഴുതിയ കത്തുണ്ട്, ട്രംപ് ഇയാളൊപ്പം നിന്ന ഫോട്ടോ ഉണ്ട്, ട്രംപിൻ്റെ ഓഡിയോയിൽ ട്രംപ് പണ്ട് പറയുന്നുണ്ട് എപ്സ്റ്റൈൻ്റെ താല്പര്യങ്ങളും എൻ്റെ താല്പര്യങ്ങളൊക്കെ ഒരേപോലെയാണ്. അങ്ങനെ ഒരുപാട് ട്രംപിനെ അങ്ങോട്ട് ആൾറെഡി ഇയാളെ ട്രംപിൻ്റെ വീഡിയോസൊന്നും ഇറങ്ങാതെ തന്നെ ട്രംപ് ഉണ്ട് എന്നുള്ള ആൾക്കാരായ പോലത്തെ ഇപ്പൊ റീസെന്റ് പറഞ്ഞല്ലോ നിങ്ങൾ ആരും അതിന്റെ പുറകിൽ അവർ ആ ഫയൽ ക്യാൻസലാക്കി. അപ്പോൾ ഇത് ഇങ്ങനൊരു രീതിയിലാണ് പിന്നെ ഈ ഫയൽസ് കിടക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുക. അപ്പോൾ എത്രയോ ആൾക്കാരുള്ളതെന്ന് ആർക്കും അറിയില്ല, മനസ്സിലായ. മൊസാദിന്റെ അടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ മൊസാദിന് ഇതിൽ അവറേജ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്നൊരു നടക്കുന്ന യുദ്ധത്തിനോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ താല്പര്യങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്
ഇഷ്ടം പോലെ ഇതും ചെയ്യാം. സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. അതാണ് എൻ്റെ ഫൈൻഡിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഈ സാധനം ഒരിക്കലും പുറത്തു വിടില്ല. കാരണം ഇപ്പോൾ എൻ്റെ ഒരു സീക്രട്ട് എൻ്റെ അടുത്തുണ്ട്, എനിക്ക് തന്നെ എത്ര കാലം ബ്ലാക്ക് മെയിൽ ചെയ്യാം. അതാണ് ആ സീക്രട്ട് വേറെ ആൾ അറിയണത് വരെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബ്ലാക്ക് മെയിൽ നടക്കില്ല. അത് തന്നെയാണ് ഇതിൽ സംഭവിക്കുന്നത്. അതായത് ഈ ഫയൽ പുറത്ത് വിട്ടാൽ പിന്നെ ബ്ലാക്ക് മെയിലിംഗ് നടക്കില്ല. അപ്പോൾ അത് എന്ന് പുറത്തു വിടണോ അതോടുകൂടി ആ പവർ നഷ്ടപ്പെട്ട്, അതാണ് ആ മനസ്സിലായില്ലേ? ആ ഫയലിൻ്റെ പവർ നഷ്ടപ്പെട്ട്. അപ്പോൾ അത് എന്താണ് ഇത് പുറത്തു വിടാറ്? കാരണം പുറത്ത് വിട്ടാൽ വേറെയും പിന്നെ എന്താ വേറെയും പ്രശ്നങ്ങളുണ്ടാവും, ഇന്റേണൽ വാർസ് ഉണ്ടാവും. അതാണ് മറ്റൊന്ന്. അതായത് തിരിച്ചുവിടാൻ പറ്റിയ എല്ലാവരും തോക്കുള്ള സംഭവമാണ് നാട്ടിൽ അവിടെ, മനസ്സിലായോ? അതെ. പിന്നെന്ന് വെച്ചാൽ ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, നമ്മളിപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തിനു എപ്സ്റ്റൈൻ ഫയൽസിനെ പറ്റി സംസാരിക്കണം, നമ്മൾ എന്തിനെ വേറിഡ് ആവണം എന്നുള്ളത്. ശരിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പൊളിറ്റീഷ്യൻസോ അല്ലെങ്കിൽ ആരും തന്നെ എപ്സ്റ്റൈൻ ഫയൽസിലുള്ളതായിട്ട് നമുക്ക് ഇതുവരെ ഇല്ല. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ വെറിഡ് ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള കൂടുതൽ കാര്യങ്ങളും പീഡോഫിലിക് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന്. അപ്പോൾ ഇങ്ങനത്തെ പീഡോഫിലിക് ആക്ടിവിറ്റീസിനെ നമ്മൾ എന്താ പറയുക, ഇത് പുറത്ത് കൊണ്ടുവരണം, എന്നാലേ ആൾക്കാർ ഇതിലേക്ക് പോകാതെ ഇരിക്കുള്ളൂ. ഇതിപ്പോൾ എന്താണ്, കുറേ ഇത്രയും സെലിബ്രിറ്റീസും കാര്യങ്ങളും ഇത് ചെയ്തിട്ട് പോലും അവർ സേഫാണ്. അപ്പോൾ ഈ ഒരു ഇമേജാണ് മുന്നിലുള്ളത്. അപ്പോൾ അത് ബാക്കിയുള്ള ഇനിയും പീഡോഫിലിക് ആക്ടിവിറ്റീസും ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ചെയ്യുന്നവർക്കൊരു പ്രചോദനമാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്ത് വന്നാൽ മാത്രമാണ് ഇനി മുന്നോട്ടുള്ള ഇതിൽ അത് ഇല്ലാണ്ടിരിക്കുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത്രയും ആൾക്കാർ എക്സ്പോസ് ആയി കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും പൊളിറ്റീഷ്യൻസ് താഴെ ഇറങ്ങേണ്ടി വരും. അതായത് അവരെ പവറിന് താഴെ ഇറങ്ങേണ്ടി വരും. ഇല്ലെങ്കിൽ താഴെ ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ നമ്മൾ കാണുന്നതാണ് തെരുവിൽ ഇറങ്ങുന്നതും ഒരുപാട് ഇന്റേണൽ വാർസും കോൺഫ്ലിക്ട്സും കാരണം രാജ്യങ്ങൾ തകർന്ന് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേ രാജ്യങ്ങൾ തകരും. അങ്ങനെ തകർന്നു കഴിഞ്ഞാൽ അത് എക്കണോമിക്കലി അതേപോലെ തന്നെ ഫിനാൻഷ്യലി ഒക്കെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിനും ബാധിക്കും. ട്രേഡുകൾ ബാധിക്കും, ഇമ്പോർട്ട് എക്സ്പോർട്ടിനെ ബാധിക്കും. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ബാധിക്കും. അപ്പോൾ നമ്മളും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ഇതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നൊക്കെ നമ്മളും ഇന്ത്യയിലും കേരളത്തിലും നിൽക്കുന്ന നമ്മളും ഇതിനെപ്പറ്റി സംസാരിക്കണം, ഇത് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. ഈ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ യു എസിനായിട്ട് മുസ്ലിംസിനോ അല്ലെങ്കിൽ അറബ്സിനോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്ന് മുതലാണോ ഇവർ ഇസ്രായേലിൻ്റെ ബോൾസ് താങ്ങാൻ തുടങ്ങിയത് അന്ന് മുതലേ ഈ പ്രശ്നം തുടങ്ങിയിട്ടുള്ളൂ, മനസ്സിലായോ? ഇപ്പം നോക്ക്, ഈ എപ്സ്റ്റൈൻ ഫയൽസ് അല്ലാതെ വേറൊന്നും ഈ ഇസ്രായേലിൻ്റെ അടുത്ത് എന്തോ അമേരിക്ക ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, അമേരിക്കൻ പൊളിറ്റീഷ്യൻസ്. അതാണ് അവരെ നിർത്തേണ്ടത്. അല്ലാതെ അവർ നമ്മളെ ഗ്രേറ്റസ്റ്റ് ആലിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏത് രീതിയിൽ എന്താണ് കൊടുക്കുന്നത്? ഇസ്രായേൽ തിരിച്ചൊന്നും കൊടുക്കണില്ല. $200 ബില്യൺ ഇവർ അങ്ങോട്ട് കൊടുത്തു എന്നല്ലാതെ ഇസ്രായേലിൽ ഇപ്പോഴും ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ ഹെൽത്ത് കെയർ എല്ലാം അമേരിക്കൻ ടാക്സ് പേയേഴ്സിൻ്റെ മണി ഉപയോഗിച്ചിട്ടാണ് ചെല്ലുന്നത്. US ഇപ്പോഴും ഫ്രീ ഹെൽത്ത് കെയർ ഒന്നുമല്ല. പ്ലാറ്റ്ഫോം ഷോപ്പിൽ കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. കാരണം ഈ US സിറ്റിസൺസിൻ്റെ ആ ഒരു എന്താ പറയുക രോഷം എന്നല്ല അവരെ, അതെ അതെ, അതിങ്ങനെ കമൻസിലൊക്കെ കാണാൻ പറ്റും. ആളുകൾ സംസാരിക്കുന്നത് നമ്മളെ ടാക്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യണം എന്നുള്ള സിറ്റിസൺസിന് ആ ഒരു റിയലൈസേഷൻ ഉണ്ട്, ആ ഒരു ബോധമുണ്ട്. പക്ഷേ അത് എത്രത്തോളം പിന്നെ എന്താ പറയുക ഭരിക്കുന്ന ആളുകൾക്കുണ്ട് എന്നുള്ളതാണ്. അല്ല, നമ്മൾ പറഞ്ഞില്ല എപ്സ്റ്റൈൻ ഫയൽസിനെ പറ്റി പറഞ്ഞ് ഇത് പുറത്ത് വന്നിട്ടില്ല. പക്ഷേ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ച സമയത്ത് ബിസിനസ് ഇൻസൈഡർ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അവർ പുറത്തുവിട്ടൊരു സംഭവമുണ്ട്, എപ്സ്റ്റൈൻ്റെ ഒരു അഡ്രസ് ബുക്ക്, ഒരു കോണ്ടാക്ട് ബുക്ക്. അത് അവർക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1990 ഒരു ലേഡി മാൻഹാട്ടൻ സിറ്റിയിൽ US നടക്കുന്ന സമയത്ത് റോട്ടിൽ നിന്ന് ഒരു ചെറിയൊരു ബ്ലാക്ക് ബുക്ക് കിട്ടി, റോഡ് സൈഡിൽ നിന്ന്. ആ പുള്ളിക്കാരെ അത് കീപ്പ് ചെയ്ത്, പക്ഷേ അത് നോക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് കോണ്ടാക്റ്റുകളാണ്. ഈ പറഞ്ഞ പോലെ ബിൽ ക്ലിൻ്റൻ്റെ മൊബൈൽ നമ്പർ, ഹൗസ് അഡ്രസ്സ്, ഡൊണാൾഡ് ട്രംപിൻ്റെ അന്നത്തെ ഹൗസ് അഡ്രസ്സ്, അയാളെ പേഴ്സണൽ മൊബൈൽ നമ്പർ, അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ നിക്ക് ജാഗ്വറിൻ്റെ, അതേപോലെ തന്നെ നമ്മളെ ഈ പ്രിൻസിൻ്റെ പ്രിൻസ് ആൻഡ്രൂൻ്റെ, ഇവരൊക്കെ പേഴ്സണൽ ഹോം അഡ്രസ്സും മൊബൈൽ നമ്പറും അതുപോലെ ഒരുപാട്, അതൊരു 10-40 പേജ് അടങ്ങിയൊരു ബുക്കാണ്. അതിൽ ഇതുപോലെ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ നമ്പറും പേരും പേഴ്സണൽ നമ്പറുള്ള ബുക്ക്. അപ്പോൾ ഈ ലേഡി ഇത് എന്ത് ചെയ്തു, ഇങ്ങനെ ഈ TV ന്യൂസ് ചാനലിന് ഇങ്ങനെ മെയിൽ അയച്ചു, ഇമെയിൽ ഇങ്ങനെ ബുക്ക് ഉണ്ട്. അപ്പോൾ അന്ന് ആരും ഇതിനെപ്പറ്റിയൊന്നും സംസാരിച്ചില്ല കാര്യങ്ങൾ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ് 96 ഈ ലേഡിക്ക് കുറച്ച് പൈസൻ്റെ ആവശ്യം വന്നു. പുള്ളിയുടെ പുള്ളി അത്ര റിച്ച് ആളൊന്നുമല്ല. അപ്പോൾ അങ്ങനെ പുള്ളിക്കാർ ഇത് eBayയിൽ ഇട്ടു ഈ ബുക്ക്. കാരണം ഇത്ര ആൾക്കാരെ കോൺടാക്റ്റിലൊരു ബുക്കാണല്ലോ. അപ്പോൾ ഇത് ഭയങ്കര ഒരു വാല്യുബിൾ സാധനമായിട്ടുള്ള രീതിയിൽ eBayയിൽ ഇട്ടപ്പോൾ ഒരു ഫാം ഓണർ, ഒരു ചങ്ങായി, ഇങ്ങനെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഐറ്റംസ് കളക്ട് ചെയ്യുന്ന ഒരു ചങ്ങായി ഉണ്ട്. ഓനത് ആ ലേഡിൻ്റെ അടുത്ത് മേടിച്ച്, അങ്ങനെ അത് ഓൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് ഇത് ബിസിനസ് ഇൻസൈഡർ എന്ന് പറഞ്ഞ ചാനലുകാർക്ക് ഇവൻ്റെ അടുത്തുള്ളത് അറിയും. ഇവർ ഇതിനെപ്പറ്റി ഇപ്പോൾ എപ്സ്റ്റൈൻ്റെ ഫയൽസും കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്ന സമയത്താണ് ഇവർക്കിത് ഇത് വാങ്ങിയ ചെക്കനും ഒരു ഐഡിയ കിട്ടണം, ഓക്കെ ദിസ് മൈറ്റ് ബി സംതിങ് എപ്സ്റ്റൈനിലായിരിക്കാം, മനസ്സിലായില്ലേ? അങ്ങനെ ഈ ലേഡീനെ അവൻ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ലേഡി പറഞ്ഞ അഡ്രസ്സിൽ നോക്കുന്ന സമയത്ത് ആ സമയത്ത് അവരവിടെ കുറേ ഇങ്ങനെ മീറ്റിങ്ങുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ ഈ ഗവൺമെൻറ്റിൽ ഈവൻറ്റ്സൊക്കെ നടക്കുന്ന സംഭവം. അപ്പോൾ ഇതായിരിക്കാം എന്ന് അവർ മനസ്സിലാക്കിയ. അങ്ങനെ ഈ ബിസിനസ് ഇൻസൈഡർ എന്ന് പറഞ്ഞ ചാനൽ ഇതിനെപ്പറ്റി അന്വേഷിക്കുകയാണ്.
അങ്ങനെ അവർ അതിലുള്ള ഓരോ നമ്പറുകളും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ അതെല്ലാം കറക്റ്റാണ്. അതിൽ പിൻ കോഡും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവർ ആ സമയത്ത് ഈ ഡൊണാൾഡ് ട്രംപും അവരൊക്കെ താമസിച്ചിരുന്ന അഡ്രസ്സും വെച്ച് നോക്കുമ്പോൾ മാച്ചിങ് ആണ്. മനസ്സിലായി? മൊബൈൽ നമ്പേഴ്സും അതിൻ്റെ കോഡുകളെല്ലാം മാച്ചിങ് ആണ്. അങ്ങനെ അവർ അതിലുള്ള ഒരുപാട് സെലിബ്രിറ്റീസിനെ വിളിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് എന്താണ് എപ്സ്റ്റീനായിട്ടുള്ള ബന്ധം ഉണ്ടോ, ഇങ്ങനൊരു ബുക്കിൽ നിന്നുള്ള നമ്പർ കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലാസ്റ്റിൽ അവരൊരു സ്ലൈഡിൽ ഇട്ടിട്ടുണ്ട് ഏതൊക്കെ ആളുകൾ, അതായത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആൾക്കാർ തന്നെ, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആയിക്കോട്ടെ, ഈ നിക് ജാഗർ ആയിക്കോട്ടെ, ഇങ്ങനത്തെ ബിൽ ക്ലിൻ്റൺ ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ നമ്പറിൽ അത് ഒരുപാട് പേരുണ്ട് ആ ലിസ്റ്റിൽ. അപ്പോൾ അവർ വിളിക്കുന്ന സമയത്ത് ചില ആൾക്കാർ ഡിക്ലൈൻ ചെയ്ത്, അതായത് എനിക്കിതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. ചില ആൾക്കാർ സംസാരിച്ചു, ചില ആൾക്കാർ റെക്കോർഡിങ്ങിന് താല്പര്യം, അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ബേസിക്കലി വൺ ഓർ ദ അതർ ഇവരൊക്കെ എപ്സ്റ്റൈനായിട്ട് കണക്ഷൻ ഉണ്ട് എന്നാണ് ഇവർ കണ്ടുപിടിച്ചത്. മനസ്സിലായില്ല? അത് ചിലപ്പോൾ നല്ല കണക്ഷൻസ് ആയിരിക്കാം, ബാഡ് കണക്ഷൻ ആയിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ വൺ ഓഫ് ദ അതർ ഇത്രയും സെലിബ്രിറ്റീസ്, ആ വീഡിയോ കണ്ടാൽ മനസ്സിലായി എത്രങ്ങാനും സെലിബ്രിറ്റീസ് നമ്മൾ കേട്ടതും കേൾക്കാതായിട്ട് ഒരുപാട് 10,000 കണക്കിന് ആൾക്കാരുടെ അതിൻ്റെ അകത്തൊരു ഇത് ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. ഡീറ്റെയിൽസ് കാണിക്കും. ഡീറ്റെയിൽസ് ആ ബുക്ക് തുറന്നിട്ട് അതിൽ ചില ആൾക്കാരുടെ അവർ ഹൈഡ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡൊണാൾഡ് ട്രംപിൻ്റെയും ഒക്കെ നമ്പറൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് കാണാം ആ നമ്പറും ആ അഡ്രസ്സും കാര്യങ്ങളൊക്കെ. ചില ആൾക്കാരുടെ അവർ ബ്ലർ ചെയ്തിട്ടുണ്ട്, ബട്ട് ചില ആൾക്കാർക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നോക്കി മനസ്സിലാവും. അപ്പോൾ അതേപോലെ വേറൊരു ബുക്ക് അപ്പോൾ ഇത് റിയൽ ആണെന്നാണ്, ഇത് ടു ആൻ എക്സ്റ്റെൻറ്റ് ഈ ഫയലും ഈ ഒരു കാര്യങ്ങളും ഇതൊക്കെ റിയൽ ആണെന്നുള്ളതാണ്. കാരണം എപ്സ്റ്റൈന് അത്രയും കണക്ഷൻസ് ഉണ്ടായിരുന്നു, അത്രയും ആൾക്കാരായിട്ട് ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇനി ഇപ്പോൾ എപ്സ്റ്റീൻ ഇപ്പോൾ 2019 ജയിലിൻ്റെ സെല്ലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തൂങ്ങി മരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു ഇപ്പോൾ അടുത്ത്. അവിടുത്തെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ തോന്നുന്ന വീഡിയോ പുറത്തിറക്കി. അതിൽ 3 മണിക്കൂറിൻ്റെ വീഡിയോ ഉണ്ട്. ആ ടൈമിൽ ജസ്റ്റ് ടു പ്രൂവ് ദാറ്റ് ഈ ഡിഡ് സൂസൈഡ്. ഓക്കെ, പക്ഷെ പറയുന്നുണ്ടല്ലോ ആ സമയത്ത് CCTV ക്യാമറകളൊക്കെ ഓഫായി. അതാണ് പറയുന്നത്, അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പം 3 മണിക്കൂറിൽ 3 മിനിറ്റ് ഒരു സൈഡിൽ കട്ടാവുണ്ട്. അവിടെ എന്ത് സംഭവിച്ചു എന്നല്ല ആർക്കും അറിയില്ല. എന്നിട്ട് ലാസ്റ്റ് അഡോബൊക്കെ വെച്ച് നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പിന്നെ ഫ്രീലാൻസ് ടെക് ഇൻഫ്ലുവൻസേഴ്സൊക്കെയാണ് അത് റിവീൽ ചെയ്ത്. 3 മിനിറ്റ് ഇതിൽ മിസ്ഡാണ്. അതൊരു കറക്റ്റ് പ്രീമിയർ വെച്ച് കട്ട് ചെയ്താണെന്ന് വരെ ഏതോ ഒരു കമ്പനിയൊക്കെ പുറത്ത് വിട്ടു. അപ്പോൾ അതെന്താണെന്ന് ഇതുവരെ അവർ റിവീൽ ചെയ്തില്ല. ട്രംപിൻ്റെ അടുത്ത് അത് ചോദിച്ചപ്പോൾ ട്രംപ് ആർ യു സ്റ്റിൽ ടോക്കിംഗ് അബൌട്ട് ജെഫ്രി എപ്സ്റ്റൈൻ? അയാൾ കുറേ ഫിഷി ആയിട്ടുള്ള സാധനം വെച്ചാൽ 2 കാവൽക്കാരുണ്ടായിരുന്നു, ഒരാൾ മാത്രമേ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ, മറ്റാൾ എവിടെയോ പോയിരുന്നു. അങ്ങനെ അതിൻ്റെ ഇപ്പോഴത്തെ വീഡിയോയിൽ റിവീൽ ചെയ്യുന്നുണ്ട് അവിടെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാൾ ആ സൈഡിൽ കൂടെ പോകുന്നുണ്ട് എന്നിട്ട് വേറെ ഒരു സംഭവം റിവീൽ ചെയ്ത്. മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നേ എനിക്ക് പറയാനുള്ളൂ. അതെ, അപ്പോൾ ഗിലൈൻ മാക്സ്വെൽ ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. പുള്ളിക്കാരത്തി ട്രംപിൻ്റെ പാഡൻ പ്രതീക്ഷിച്ച് നിൽക്കണം, ബിക്കോസ് ട്രംപ് ഈസ് ദെയർ ഫ്രണ്ട്. സോ അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഇതിനെപ്പറ്റി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എപ്സ്റ്റീൻ ഫിൽത്തി റിച്ച് എന്ന് പറഞ്ഞ നെറ്റ്ഫ്ലിക്സിലൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. ആൾസോ ഗില്ലൈൻ മാക്സ്വെൽ ഫിൽത്തി റിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് രണ്ടും അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. യെസ്, നെറ്റ്ഫ്ലിക്സിലുണ്ട്. ഇപ്പോൾ 5-6 സീരീസുള്ള. അപ്പോൾ അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. നമ്മൾ വേറൊരു കാര്യം ഇപ്പോൾ തക്ക് പറഞ്ഞല്ലോ, USA-ക്കുള്ള ഒരു മൈൻഡ് ചേഞ്ചിങ്, ലൈക്ക് നമുക്ക് പറയുന്നത് ഗ്രേറ്റ് അവേക്കിംഗ് ഒക്കെ സംഭവിക്കുന്നൊരു ടൈമാണ് ഇപ്പോൾ. അതായത് എൻ്റെ കൺട്രി എന്തിനാണ് ഇസ്രായേലിനായിട്ട് ഇത്ര കൂട്ടുകൂടുന്നത് എന്നുള്ളത്. അപ്പോൾ ഏൺസ്റ്റ് സുന്തൽ എന്ന് പറഞ്ഞിട്ടൊരു ജർമ്മൻ നിയോനാസി ഹോളോകോസ്റ്റ് ഡിനയർ എന്നൊക്കെ മനസ്സിൽ വിളിക്കാം, അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഒരുപാട് ഹോളോകോസ്റ്റ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നടന്നിട്ടുണ്ട്, പക്ഷേ ജ്യൂസ് ഒരുപാട് 20,000 ഒക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് ഡിനേ ചെയ്യേണ്ട ഒരാളാണ്. ഒരുപാട് അതിന് വേണ്ടിയിട്ട് ജയിലിലൊക്കെ കടന്നു. കാനഡയിലൊക്കെ ഇരുന്നാല് ആൾ. പുള്ളിക്കാരൻ്റെ അച്ഛൻ ക്യാമ്പിലൊക്കെ ഉണ്ടായിരുന്നു, അതായത് ഓഷ്വിച്ചിൽ. പുള്ളിക്കാരൻ ഹിറ്റ്ലറിൻ്റെ ടൈമിലൊക്കെ ജീവിച്ച ഒരാളാണ്. അപ്പോൾ അയാൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ, അതായത് 30s ആ വേൾഡ് വാർ 2 ആ ടൈമിൽ, അല്ലെങ്കിൽ ഹോളോകോസ്റ്റ് നടക്കുന്ന ടൈമിൽ ജർമ്മനിയിലാണ് ഏറ്റവും കൂടുതൽ നോബൽ പ്രൈസ് വിന്നേഴ്സ് ഉണ്ടായിട്ടുള്ളത്, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഉണ്ടായിട്ടുള്ളത്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, എല്ലാ ഫീൽഡിലും അടിപൊളിയായിട്ട് നിൽക്കുന്ന ആൾക്കാർ കാലഘട്ടത്തിൽ ജർമ്മനി 35-ന് ശേഷമൊക്കെ, അതായത് വേൾഡ് വാറിന് നല്ലൊരു കുതിപ്പാണ് അതിൻ്റെ ശേഷം ഹിറ്റ്ലറിൻ്റെ ടൈമിൽ. അങ്ങനെ ഒരു രാജ്യം എന്തുകൊണ്ട് ജൂതന്മാരെതിരെ തിരിഞ്ഞു എന്നുള്ളത് ആരും അനലൈസ് ചെയ്യണില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അയാളോട് ചോദിക്കണം എന്തുകൊണ്ടെന്ന് നിങ്ങൾ പറയും. ഇയാൾ ഇൻ്റർവ്യൂ ചെയ്യേണ്ടത് ഇസ്രായേലിയാണ്. ഓക്കെ,
ഒരു ഇസ്രായേലി വന്നിട്ടാണ് 90s ഒരു 1993 6 അങ്ങനെയുള്ളത്. അപ്പോൾ അയാൾ പറയുന്നത് എത്നോ സെൻട്രിസം എന്നാണ് പറഞ്ഞത്. എത്നോ സെൻട്രിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിയാണ്, നമ്മളെ കമ്മ്യൂണിറ്റി നമ്മൾ പൊക്കി പിടിച്ച് അതെ എൻ്റെ കമ്മ്യൂണിറ്റിയാണ്, ആ വേർഡ് ഞാൻ സുപ്പീരിയറാണ് ബാക്കിയുള്ളവരെ കാട്ടിലും, നിങ്ങളത് മോശമാണ്. ഇപ്പം ഞാൻ പറയുകയാണെ നിൻ്റെ ഫുഡ് മോശമാണ്, ഇൻ്റെതാണ് ഉഷാറ്, മനസ്സിലായോ? അപ്പോൾ അതിനാണ് എത്നോ സെൻട്രിസം എന്നാ പറയുക. ഇവർ ഗോഡ്സ് ചോസൺ പീപ്പിൾ എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് സംഭവം എന്നാണ് ഇവർ എല്ലായിടത്തും ഏത് കാലഘട്ടത്തിലും, അത് ജീവിത രീതിയിലായാലും ഫുഡിലായാലും. പിന്നെ എന്താ വെച്ചിട്ടാ പവർ ഗ്രാബിങ് എന്നാണ് പറഞ്ഞ അയാൾ. രണ്ടാമത് ഈ 2 കാര്യങ്ങൾ. എത്നോ സെൻട്രിസമാണ് ഫസ്റ്റ്, സുപ്പീരിയറാണ് ഞാൻ മറ്റുള്ളവരെക്കാട്ടിലും, മറ്റു വർഗത്തെക്കാട്ടിലും ഞാനാണ് ഉഷാറ്, ഞാനാണ് ഉയർന്നവൻ എന്നുള്ള ചിന്താഗതി. അതെ. അങ്ങനെ നിന്ന കമ്മ്യൂണിറ്റി എവിടെയും കുറേ കാലം നിന്നിട്ടില്ല. നമ്മളെ നാട്ടിൽ തന്നെ ആലോചിച്ചൊക്കെ ബ്രസ്റ്റ് കൂടുതലുണ്ടായിരുന്ന ടാക്സ് അടച്ചിരുന്ന ആൾക്കാരാണ്, എന്നിട്ട് മുറിച്ച് വരെ ചരിത്രമുണ്ട്. നമ്മളെ നാട്ടിൽ ഉന്നത ജാതിക്കാർ അങ്ങനെയാണ്, അവരെ കണ്ടാൽ വരമ്പത്തു നിന്ന് ഓടണം, അങ്ങനെ ഉണ്ടായിരുന്ന നാട്ടിൽ നിന്ന് വന്നതാണ്. നമ്മളെ ബാക്കിക്കാരൊക്കെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അവരൊന്നും മുസ്ലിംസ് അല്ല, അവരൊക്കെ ചെറിയ ജാതിക്കാരും ഇതൊക്കെ കാര്യം പറയാൻ പറ്റില്ല ഒന്നും. അപ്പോൾ അങ്ങനെ കടന്നു വന്ന നാട്ടിൽ നിന്ന് പോയിട്ടില്ല. അതേപോലെ തന്നെയാണ് ഏതൊരു കാലഘട്ടം സുപ്പീരിയറായിട്ട് നിന്നിട്ടുള്ള ആൾക്കാർ, കമ്മ്യൂണിറ്റി ഞാനാണ് വലുത്, ഇന്നയാണ് ചൂസൺ പീപ്പിൾ, ഗോൾഡ് ചൂസൺ ആളായ ഞാനാണ്, എൻ്റെ മേലെ ഒരാളില്ല, നിങ്ങളൊക്കെ എൻ്റെ അടിമകളാണെന്ന് വിശ്വസിച്ചു കൊടുത്ത് ആരും നിന്ന് പോയിട്ടില്ല. അങ്ങനെ ഒരു ശക്തിയും ഒരു വൻശക്തിയും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ലോകം വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ദ ഗ്രേറ്റ് വരെ ഇവിടെ നിന്നിട്ടില്ല. അപ്പോൾ അതേപോലെയാണ് അന്ന് ആ ടൈമിൽ ഇവർ ചെയ്തിരുന്നത്. എന്താണോ ഇപ്പോൾ അമേരിക്കക്ക് ഇസ്രായേൽ ചെയ്യുന്നത്, അതേപോലെയാണ് പിന്നെ ജൂതന്മാർ, സയനിസ്റ്റുകൾ എന്നുള്ള വേർഡ് ഞാൻ ഉപയോഗിക്കുക, ജൂതന്മാരെന്നുള്ള എല്ലാ ജൂതന്മാരും ഒരേപോലെ അല്ല, അതൊരു എന്താ പറയുക കളക്റ്റീവായി മാറും. പിന്നെ എൻ്റെ ഒപ്പീനിയൻ കളക്റ്റീവ് ആൾക്കാരെ വെച്ചിട്ടാവും അല്ല. സയനിസ്റ്റുകൾ എന്താണോ പിന്നെ അന്ന് ചെയ്തിരുന്നത്, അതാണ് ഇന്ന് ഇസ്രായേൽ നേരെ അമേരിക്കക്ക് ഓഫർ ചെയ്യുന്നത്. സയനിസ്റ്റുകൾ എന്താണോ ഹിറ്റ്ലറിനും ഇവർക്കും ഓഫർ ചെയ്തിരുന്നത്, എന്താണ് പ്രീ ഹിറ്റ്ലറിൻ്റെ ടൈമിൽ ജർമ്മനിക്ക് ഓഫർ ചെയ്തിരുന്നത്, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയാണ് ഇവരെല്ലാം തിരിഞ്ഞത് ഇവർക്കെതിരെ, മനസ്സിലായോ? ഇവരെല്ലാം തിരിഞ്ഞതെന്ന് വെച്ചാൽ ജർമ്മനി തിരിഞ്ഞത്, അതാണ് ഇയാൾ പറയുന്നത്, അല്ലാതെ വെറുതെ തിരിഞ്ഞതല്ല. അങ്ങനെയാണ് അയാൾ പറയുന്നത്. അയാൾ പറഞ്ഞത് ഇത്ര തോനെ പിന്നെ ജൂതന്മാരൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത്. പിന്നെ കുറച്ച് 20,000 അടുത്ത് ഉണ്ടായിട്ടുള്ളൂ, അവർക്ക് നല്ല ലൈഫ് ഉണ്ടായിരുന്നു. ബെർലിനിൽ ഇവർ റഷ്യ അമേരിക്കയും USSR അമേരിക്കയും ബോംബിടുമ്പോൾ ബെർലിനിൽ 5,000-ഓളം ജൂതന്മാരുണ്ടായിരുന്നു, അവർക്കൊക്കെ റേഷൻ വരെ ഉണ്ടായിരുന്നു. ഹിറ്റ്ലർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യായിരുന്നു ഇവർക്കൊരു കൺട്രി, പക്ഷെ ഒരിക്കലും പലസ്തീൻ കൊടുക്കില്ലായിരുന്നു അയാൾ പറയുന്നത്. അപ്പോൾ അയാളെ അത് ഞാൻ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ, അതിന് 4 ലക്ഷം വ്യൂ കിട്ടി അയാളെ ഇൻ്റർവ്യൂ. അതിൽ ഞാനൊരു പോൾ ഇട്ടു, നിങ്ങൾ ഇയാളായിട്ട് എഗ്രി ചെയ്യുന്നുണ്ടോ ചോദിച്ചു. എനിക്ക് US എന്നാണ് മെജോറിറ്റി ഫോളോവേഴ്സ്, US എന്നാണ് എൻ്റെ ഒരു 80-90% ഫോളോവേഴ്സ്. അതിന് പോളിന് ഞാൻ എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചതിന് ആൻസേഴ്സ് ഇട്ട യെസ് എന്നുള്ളത് കൊടുത്ത്, പിന്നെ ഒന്ന് നോ എന്ന് കൊടുത്തു, പിന്നെ തേർഡ് വൺ ഐ ഡോണ്ട് വാണ്ട് ബി ആൻ ആൻറ്റി സെമറ്റിക് എന്നുള്ളത് കൊടുത്ത്. അതിൽ 91% ആൾക്കാർ അയാൾ പറഞ്ഞ കാര്യത്തിനോട് എഗ്രി ചെയ്യുന്നുണ്ട്. വെറും 4% ആൾക്കാരാണ് തോന്നുന്നു നോ എന്ന് പറഞ്ഞത്. ബാക്കി 5% ആൾക്കാർ ഐ ഡോണ്ട് വാണ്ട് ബി ആൻ ആൻറ്റി സെമറ്റിക് ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പൊതുവെ ആൾക്കാർ അതിൻ്റെ ഉള്ളിലുള്ള കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ വേക്കപ്പ് അമേരിക്ക, ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് ദ ഗൺ എന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ ഒക്കെ അയാൾ പറയുന്നൊരു വേറൊരു കാര്യം, ആ ടൈമിൽ ജർമ്മനിയിൽ ഈ കാര്യം അറിഞ്ഞ ഉടനെ ആൾക്കാർക്കൊക്കെ അറിയായിരുന്നു, എന്താ വെച്ചാൽ എല്ലാ ബിസിനസ്സും ഇവർ മേടിക്കുന്നു, ഗവൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നു ഈ ചെറിയൊരു കമ്മ്യൂണിറ്റി. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇതേപോലെ നോട്ടീസ് ചെയ്യുന്നുണ്ട്, നമ്മളിന്ന് നോട്ടീസ് ചെയ്യുന്ന പോലെ. അപ്പോൾ പിന്നെ ഇയാൾ പറയുന്നത് അന്ന് ഹണ്ടേഴ്സിൻ്റെ അടുത്തും ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ അടുത്തും പട്ടാളക്കാരുടെ അടുത്തും മാത്രമുള്ള തോക്കുണ്ടായിരുന്നത്, ഒരു പ്രശ്നം ഉണ്ടാകുക. പക്ഷേ US അങ്ങനെയല്ല, എല്ലാവരുടെ അടുത്തും തോക്കുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വൻ പ്രശ്നമാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവം അതൊരു ചിന്തിപ്പിച്ചൊരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂ ഫുള്ള് യൂട്യൂബിൽ ഇട്ടില്ല, എക്സലൻ്റ് ആ ഇൻ്റർവ്യൂ. പക്ഷേ എക്സൊന്നും ഇപ്പോൾ അടുത്ത് ഞാൻ നോക്കിയപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് പോയിരുന്നു. പക്ഷേ അതിൽ പറയുന്ന കുറേ കാര്യങ്ങൾ
നമ്മളെ വേറൊരു ലോകത്തിലോട്ട് എത്തിപ്പിക്കുന്ന രീതിയിലാണ് ചിന്തിപ്പിക്കുന്നത്. അതായത് ഓരോ പ്രീസ്റ്റ് വന്ന് അവിടെ പോയി ഓസ്വിച്ചിൽ പോയി സംസാരിച്ച പ്രീസ്റ്റ് അങ്ങനത്തെ അവരൊക്കെ ഡിനൈ ചെയ്യുന്ന കാര്യങ്ങൾ, ഗ്യാസ് ചാമ്പേഴ്സ് പോസിബിൾ അല്ല അതിൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അയാൾ പറയുന്നുണ്ട്. ഗോഡ് നോസ്. അതാണ് എന്ന് വെച്ചിട്ട് ഞാൻ ഡിനൈ ചെയ്യുന്നില്ല കേട്ടോ, ഹോളോകോസ്റ്റ് നടന്നിട്ടില്ല എന്നാണ് അയാളൊരു ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങളിത് പറഞ്ഞപ്പോഴാണ് ഈ യൂട്യൂബിൻ്റെ യൂസ് ഉണ്ടല്ലോ, യൂട്യൂബിൽ പലതും കിട്ടില്ല. എനിക്ക് ചിലപ്പോൾ ആകെ ചടക്കും. നമുക്ക് കോമഡി വീഡിയോസ് കാണാനും സിനിമ കാണാനും അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ യൂട്യൂബ് പക്കയാണ്. പക്ഷേ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ എനിക്ക് നാളെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ എപ്സ്റ്റൈൻ്റെ വിഷയത്തിൽ LGBTQ വിഷയത്തിലൊക്കെ നമ്മൾ ആദ്യം ഇൻഫോർമേറ്റഡ് ആവണമല്ലോ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇൻഫോർമേറ്റഡ് ആവാൻ വേണ്ടി സ്വാഭാവികമായിട്ട് നമ്മൾ യൂട്യൂബിൽ പല വീഡിയോസ് റെഫറൻസ് എടുത്തിട്ട് അത് കണക്ട് ചെയ്തിട്ടാണ് നമ്മളൊരു അഭിപ്രായം പറയാം. അതിന് കണക്ട് ചെയ്യാൻ ഡോട്ടുകൾ കിട്ടുന്നില്ല യൂട്യൂബിലൊന്നും ഈ LGBTQ വിഷയം. പക്ഷേ നേരെ മറിച്ച് ആ സെയിം സാധനം നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സിലൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് റിസൾട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഷോക്കാണ് യൂട്യൂബ് കാര്യത്തിൽ. അതെ അതെ, നമ്മൾ ടെക്നോളജി പരമായിട്ട് വേറൊന്നും സംസാരിച്ചിട്ടുണ്ട്. തക്കുൻ്റെ അടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇന്നില്ല, ഞാനിപ്പോൾ ഓഫീസിലേക്ക് എന്നും പോകുമ്പോൾ ഒരു സൈഡിലുണ്ട് ഒരുപാട് BYDയുടെ കാറ്. BYDയുടെ ആഡ് കാണാത്ത ഒരു 6 മാസമായിട്ട് ഒരുപാട് BYDയുടെ ആഡ്സ് കാണുന്നുണ്ട് ഞാൻ. ഇവിടെ ഒരുപാട് BYD ഇറങ്ങുന്നുണ്ട്. ഒരുപാടുണ്ട്. BYD മാത്രമല്ല കേട്ടോ, ഒരുപാട് ചൈനീസ് കാർസ് വരുന്നുണ്ട്. എത്രങ്ങാനും ക്യാമറ ചില കാർസിനൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ സമയത്ത് കണ്ടില്ലേ, മുകളില് ക്യാമറ അതിന്റെ സൈഡിൽ മിററിന്റെ ഒക്കെ അവിടെയുള്ള ക്യാമറാസ് ഒക്കെ. അപ്പം അതിൻ്റെയൊക്കെ ആ കമ്പനീസ് തന്നെ അപ്പോഴാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. അതെ. ഇതൊക്കെ എന്തുകൊണ്ടാണ് ചൈനീസ് കാർസ് ഇങ്ങനെ യൂറോപ്പിൽ പോപ്പുലറായി വരാനും ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങാനും? പിന്നെ ഞാൻ ഇപ്പം എന്നോട് ഇന്റർവ്യൂവിന് മുമ്പ് പറഞ്ഞില്ലേ, നെക്സ്റ്റ് 10 years എന്താവും? യൂറോപ്പിൽ എങ്ങനെ പോപ്പുലർ, ഇപ്പോൾ ചൈനയിൽ ഇങ്ങനത്തെ കാറുകൾ പോപ്പുലർ ആകാൻ ഒരു റീസൺ ഉണ്ട്. അതായത് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഒരാൾ പറയുന്നത് കേട്ടതാണ് ഈ പോലത്തെ ഇൻസ്റ്റാഗ്രാമിൽ. പുള്ളി പറയുന്നത് വെച്ചാൽ ചൈനയിൽ അവിടുത്തെ മാർക്കറ്റ് പിടിക്കണമെങ്കിൽ ഇങ്ങനത്തെ വെറൈറ്റി കാറുകൾ വരണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വണ്ടിയിൽ ഫ്രിഡ്ജില്ല കാറ്. അതേപോലെ തന്നെ വന്ന് നമ്മൾ ഐഷോ സ്പീഡിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടു, സയാമിൻ്റെ ഒരു ഇങ്ങനെ സ്പ്രിങ് ആക്ഷൻ പോലത്തെ അങ്ങനെ ടാക്സി കാർ പോലത്തെ. പിന്നെ അതേപോലെ നമ്മൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഉണ്ട് പറക്കണ കാറ്. അതായത് ഇങ്ങനെ ഹമ്പും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്നുണ്ട് പറക്കണ കാറ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വേറെ പല ഷേപ്പിലും പല കോലത്തിലുള്ള കാറുകൾ, പല പല ഫീച്ചേഴ്സിലാണ്. ഇത് എന്തിനാണ് ചൈനയിൽ ഇത് എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ഇറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ള കൺട്രിയിൽ ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് അത്രയും റൂട്ട് ലെവലിൽ ആൾക്കാർ ഉപയോഗിക്കുന്ന സംഭവമാണ്. അത്രയും ഈസി ടു ആക്സസുമാണ്. അതേപോലെ തന്നെ ഭയങ്കര ഫാസ്റ്റ്. നമ്മൾ പലപ്പോഴും കണ്ടു ചൈനയിലും ജപ്പാനിലൊക്കെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ട്രെയിനുകളും ടൈമിങ്ങും എല്ലാം പക്കയാണ്. ടൈമിങ് തെറ്റുന്നത് സെഞ്ചുറികൾ, എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു ട്രെയിൻ എന്തോ സമയം തെറ്റി വന്ന സമയത്ത് അത് ഭയങ്കര ന്യൂസ് ചെയ്യുന്നു ജപ്പാനിൽ. അതേപോലെ തന്നെ ചൈന, ജപ്പാൻ ഇങ്ങനത്തെ കൺട്രീസിലൊക്കെ ടൈമിങ് വളരെ ആൾക്കാർ പക്കയായിട്ട് നോക്കുന്നത്. അതേപോലെ ഈ ബസ്സും ട്രാമും ഇതെല്ലാം പക്കയാണ് ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ. അതേപോലെ തന്നെ ആൾക്കാർക്ക് വളരെ ഈസിയാണ് യൂസ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൽ കാർ ഇറക്കുന്ന സമയത്ത് ആൾക്കാർ എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഉള്ള കാറുകളും അപ്പോഴാണ് ആൾക്കാരെ അട്രാക്റ്റീവ് ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഇതുപോലത്തെ ഒരു കൺട്രിയിൽ നമ്മളൊരു കാർ ഇറക്കുമ്പോൾ ആൾക്കാർക്ക് അത് എന്തിനാണ്, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പെട്ടെന്ന് എത്താനോ ഈസി ഓഫ് ട്രാൻസ്പോർട്ടാണ്. പക്ഷേ ചൈനയിൽ ഈസി ഓഫ് ട്രാൻസ്പോർട്ടിനല്ല. അവിടുത്തെ ആൾക്കാരെ മാർക്കറ്റ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരണം, ആൾക്കാരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കൊടുക്കണം. അപ്പോഴേ ആൾക്കാർ ഇത് വാങ്ങാൻ തുറക്കണം. അതുകൊണ്ടാണ് ചൈനയിൽ കൂടുതലും ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നതും. പിന്നെ അല്ലാത്തതിനും ഒരു ടെക്നോളജിക്കലി കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അവർക്ക് ഇത് കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ ചൈനയിൽ ഇങ്ങനത്തെ വണ്ടികളൊക്കെ പോപ്പുലർ ആവാനുള്ള റീസൺ അതാണ്. പിന്നെ യൂറോപ്പിലേക്ക് ഇത് വരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് അട്രാക്റ്റീവ്നെസ് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യൂറോപ്പിൽ എന്താ ഇപ്പം നമ്മൾ ഉദ്ദേശിക്കണം എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ ജീവിക്കുന്നത് പക്ക നല്ല സിറ്റി സെൻറ്ററിലാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പം ചൈനൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ മിനറൽസിൻ്റെ കാര്യമൊക്കെ മറ്റേത് രാജ്യങ്ങളെക്കാളും നല്ല റിസർവ് ഉള്ള രാജ്യമാണ് ചൈന. റയർ എർത്ത് മെറ്റീരിയൽസ്. അപ്പോൾ ഇങ്ങനത്തെ ഈ ബാറ്ററി പിന്നെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഈ കാർസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അവർക്ക് മറ്റേത് രാജ്യത്തെക്കാളും കൂടുതൽ അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവരെന്താണ് മറ്റു രാജ്യങ്ങളെക്കാളും ചെറിയ പ്രൈസിന് ഒരുപാട് കാർസ് ഇവർക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ മാർക്കറ്റിൽ ഒരാൾ വന്നിട്ട് ഒരു കാർ നോക്കുന്ന സമയത്ത് അമേരിക്കൻ ടെസ്ല ഉണ്ട്, പക്ഷേ നേരെ മറിച്ച് ചൈനൻ്റെ കാറുകൾ അതിനേക്കാൾ ഒരുപാട് വില കുറഞ്ഞു, പക്ഷേ അതിനേക്കാൾ എത്രയോ ഫീച്ചേഴ്സ് കൊടുക്കുന്ന കാറുകളുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ ഒരാളോട് സംസാരിച്ചു. മൂപ്പർ എന്താ വെച്ചാൽ ഈ സർവീസിൽ പിന്നെ ക്ലയൻസിൻ്റെ ഇഷ്യൂസ് മനസ്സിലാക്കുന്ന ഒരു ചങ്ങായിയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞ ഇപ്പോൾ ഒരു കാർ ഒരാൾ വാങ്ങി, അപ്പോൾ അയാൾ ആ കാർ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇയാൾ അതിൻ്റെ റിവ്യൂസ് എടുക്കുന്ന ഒരു മനുഷ്യനാണ്.
അപ്പോൾ ഇയാൾ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ടെസ്ല കൊടുക്കുന്നതിനേക്കാളും പകുതി പൈസക്ക് അതിനേക്കാളും എത്രയോ നല്ല ഫീച്ചേഴ്സുള്ള കാറുകൾ മാർക്കറ്റിൽ ഇറങ്ങി തുടങ്ങി. അപ്പോൾ ആളുകൾ കൂടുതൽ അതിന് പ്രിഫർ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇങ്ങനത്തെ നല്ല സിറ്റികളിലാകുമ്പോൾ അതിനുള്ള എല്ലാ അവൈലബിലിറ്റി ഉണ്ട്. കാരണം കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ ചാർജിങ് സ്റ്റേഷൻ എല്ലായിടത്തും നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും. മാളിലാണെങ്കിലും പിന്നെ സ്കൂളുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും പബ്ലിക് എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും അതിനുള്ള ആക്സസിബിലിറ്റി കൂടുതലായി വന്നു. പിന്നെ അയാൾ പറഞ്ഞ പ്രത്യേക ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാറുകളൊക്കെ ഇപ്പോൾ റോട്ടിൽ ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരുപാട് കാലം ഓടിയിട്ടില്ല. അപ്പോൾ ഇനി ഇതൊക്കെ പിന്നെ ഓടി ഒരു 5 വർഷമോ 10 വർഷമോ കഴിയുമ്പോഴേ ഉള്ളൂ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വരിക. കാരണം കൂടുതൽ കമ്പനികൾക്കും അതിൻ്റെ ബാറ്ററി അത്രത്തോളം ഗ്യാരണ്ടിയും വാറണ്ടി കമ്പനീസ് കൊടുക്കുന്നുണ്ട് 5 വർഷം 10 വർഷമൊക്കെ. അപ്പോൾ ആ കാലപരിധി കഴിയുമ്പോഴേ ഉള്ളൂ ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി തുടങ്ങുക. ഇപ്പം നിലവിൽ ചൈന അടിച്ച് കയറിക്കൊത്തിരിക്കുകയാണ്. BYD അവരെ ഫാക്ടറി ഇവിടെ തുടങ്ങാൻ പോവാ പാകിസ്ഥാനിൽ. അതാ പിന്നെ ഇന്ത്യ എവിടെയാണെന്ന് ചോദിക്കണതിൽ പിന്നെ ഇന്ത്യ ഒരുപാട് കാലമായിട്ട് ടെസ്ലാനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ടെസ്ല നാട്ടിൽ ഡൽഹിയിലൊരു പിന്നെ ഷോറൂം തുറന്നു. ഒരേ ഒരു മോഡൽ മാത്രമേ, മോഡൽ 3 ആണെന്നതിന് എനിക്ക് കറക്റ്റ് ഓർമ്മയിട്ടില്ല. ആ ഒരേ ഒരു മോഡലേ ഇപ്പോൾ ഇന്ത്യയിൽ ഓഫർ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇന്ത്യ പോലത്തെ ഒരു മാർക്കറ്റിൽ ടെസ്ല എങ്ങനെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കും എന്നുള്ളതാണ്. കാരണം ഇപ്പം നമ്മൾ പ്രൊഡക്ഷൻ ഇഷ്ടംപോലെ ഷോറൂം ഉണ്ട്. പിന്നെ പുള്ളിക്കാരൻ ഇപ്പൊ ചൈനീന്ന് ടാക്സ് എക്സ്ട്രാ അങ്ങനെ കൊടുത്താൽ പക്ഷെ നമുക്ക് ഇമ്പോർട്ട് ടാക്സ് ഉണ്ടല്ലോ. ഇപ്പം അങ്ങനത്തെ ചൈന ഇപ്പം നമ്മൾ ഒരുപാട് ഡ്യൂട്ടിയും പിന്നെ ടാക്സും കാര്യങ്ങളും ഇങ്ങനത്തെ പിന്നെ ചൈനയിൽ നിന്ന് വരുന്ന പ്രൊഡക്ഷന് മേലെ നമ്മൾ ചുമത്തുണ്ടെങ്കിൽ പോലും ഈ ടെസ്ല പോലുള്ള സാധനം കുറവാണെന്നല്ലേ. 50 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ നല്ല വണ്ടി എടുക്കുക. ഇപ്പൊ മൂപ്പരുടെ അടുത്തുള്ള BYD സീലാവുന്നില്ല. അന്നാ മൂപ്പര് വന്ന സമയത്ത് നമുക്ക് ബീജിംഗ് നെയ്തൊരു വണ്ടിയില്ലേ, അതേതാ BYDന്റെ അല്ല ബീജിംഗ് കമ്പനിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ ചൈനീസ് ആണ്. അതേപോലെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. പക്ഷെ എങ്ങനെ അത് വായിക്കുക എന്നുള്ളത് എനിക്കറിയാം. വെറൈറ്റി ലിപികളാണത്. ഞാനൊരു അടിപൊളി SUV ഉണ്ട്. അതിന്റെ സ്ക്രീനൊക്കെ കാണണം, എന്താ അതിന്റെ ഉള്ളിലത്തെ സ്ക്രീനൊക്കെ സംഭവം. ഇവിടെ അതേപോലെ ബെലറൂസ് രജിസ്ട്രേഷനിൽ ഒരുപാട് കാർസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് റഷ്യയിലൊക്കെ ചിലപ്പോൾ ഒരു അല്ല അങ്ങനെ റഷ്യയിലൊക്കെ കോമൺ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇവിടെ കണ്ട ലക്ഷറി വണ്ടീസ് ഒക്കെ ഉക്രൈനായിരിക്കും. യുക്രൈനാണ്, UAE ആണ് രജിസ്ട്രേഷൻ. ഉക്രൈന വാറിന്റെ സമയത്ത് ഒരുവിധം റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ഈസി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഒരിടത്തുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നല്ലോണം ഉണ്ട് ഇവിടെ. പിന്നെന്താ അറിയോ, ഇപ്പോൾ ഒരു രാജ്യത്തിലൊരു പ്രശ്നം നടക്കുമ്പോൾ ഇതേപോലത്തെ ഒരു സിറ്റിയിൽ ഒന്ന് സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിൽ ആരായിരിക്കും വരിക? പാവപ്പെട്ട ആൾക്കാരല്ല. അതുകൊണ്ട് നമ്മൾ എത്ര ബ്രാബസ് ഒന്നും ഇഷ്ടംമാതിരി ബ്രാബസ്, മെയ്ബാക്ക്, പോർഷെ എല്ലാ ഫെറാറികളോ എന്തൊക്കെയോ വണ്ടികൾ ഇഷ്ടംമാതിരി കാണപ്പോ. അത്യാവശ്യം നല്ലോണം വന്നത്. പിന്നെ നമ്മൾക്ക് അത് എക്കോണമിയിൽ കാര്യമായിട്ട് കാണാനുണ്ടല്ലോ. കാരണം എത്ര പ്രൈസ് നല്ല രീതിയിൽ നമുക്ക് വില വ്യത്യാസം വന്നില്ലേ. നമ്മളെല്ലാ ബേസിക് സാധനങ്ങളും ഇപ്പോൾ ബേസിക് പിന്നെ ഗ്രോസറീസിന്റെ സാധനങ്ങളിലാണെങ്കിലും അതെ, അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ്സിന്റെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല പിന്നെ പ്രൈസ് വേരിയേഷൻ നമുക്ക് വന്നിക്കണേ. അതന്നെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ കാശ് എൻ്റെ കാർ കള്ളാൻ കൊണ്ട് പറയാൻ സങ്കട പറയടാ. എങ്ങനെ പറയും ഗൈസ്, ഒരു കാറ് പോവാന്ന് പറഞ്ഞാൽ പൈസ പോകണ്ടല്ല, ആ കാറിനോടൊരു അറ്റാച്ച്മെന്റ്. അതൊക്കെ കള്ളം കൊണ്ടുപോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത വിഷമമുള്ള കാര്യമാണ്. ഇവരോടെ വിളിച്ചു പറയുമ്പോൾ എനിക്ക് കണ്ണെന്നുള്ള വരും. കാരണം നമ്മൾ എത്ര മീൻ പിടിച്ചാൽ പോയതായാലും അതെ എനിക്ക് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആയി പോയി വണ്ടീനോട്. ഇമോഷണൽ വ്യത്യാസം. പക്ഷെ ആ വണ്ടി പോകണമെങ്കിൽ ഞാൻ എൻ്റെ വണ്ടിയിൽ GPS സാധനങ്ങളൊക്കെ വെച്ചു ഇപ്പോൾ. അതുകൊണ്ട് അല്ല അങ്ങനല്ല, ആ വണ്ടി പോയതോടു കൂടി ഒരുപാട് ഡോക്യുമെന്റ്സ് പോയി, നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ. പക്ഷെ എപ്പോഴും പാസ്പോർട്ട്, പൈസ എല്ലാം പോകണം. പക്ഷെ നമ്മൾ അതുകൊണ്ടൊന്നും തളരുന്നില്ല. നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. കാര്യങ്ങൾ പറയാനാണെങ്കിൽ കുറച്ച് മോശമല്ല, പക്ഷെ ഇപ്പം നമ്മൾ പറയില്ല. ഇന്നൊരു കാലത്ത് പിന്നൊരു പിന്നെ നല്ല സഹായിച്ചു കേട്ടോ. എന്തൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് മുതൽ വന്ന് ആ നിശ്ചിനായാലും ഫോണിൽ കൂടെ ആയാലും നിശ്ചിൻ്റെ അടുക്കളയിൽ നിന്നാലും എൻ്റെ ഫോൺ വിളിച്ചിട്ടും തിരയാനൊക്കെ എൻ്റെ ഒപ്പം പോകുന്നു കാറ്. അത് നിങ്ങൾ കണ്ടാറുണ്ടായിരുന്നില്ല അന്ന്? ഹരിയേട്ടൻ എല്ലാവരും പാരിസിന് കാല് പോയി ഞങ്ങളെ ഷർട്ട് അന്ന് നമ്മൾ ചിന്തിക്കണില്ല. അത് ഞാൻ രാവിലെ എണീച്ച് നോക്കുമ്പോൾ വണ്ടി പോയടാന്നല്ല നിൽക്കുന്നത് ചെയ്യാൻ. ഓ ഞാൻ ഇങ്ങനെ ഇരുന്ന് 2-3 മിനിറ്റ് എനിക്ക് എന്താ ചെയ്യേണ്ടത്, നിങ്ങളെ വിളിക്കണോ അതോ ഞാനിപ്പോൾ നിങ്ങൾ മറ്റേ വെറുതെ പറഞ്ഞാണോന്ന്. ഇയാള് നമ്മളൊരു ദിവസം പോകാന്നിട്ട് ഇയാളെ ഞാൻ കടന്നുറങ്ങാല്ലേ എന്തൊക്കെ ഒരു ദിവസം വൈകുന്നേരം വന്നിട്ട് വണ്ടി നിർത്തിയിട്ട് പോകും. പിന്നെ രാവിലെ അണിച്ചിട്ട് ഓഫീസിൽ പോകേണ്ട സാധനങ്ങളൊക്കെ സെറ്റ് ആ മൈൻഡിൽ വന്ന് നോക്കുമ്പോൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് വണ്ടി കാണില്ല. അതിൽ ആകെ ഷോക്കായി പോലെ. എനിക്ക് സങ്കടം ആയതെന്താ വെച്ചാൽ പോലീസുകാരൊന്നും ചെയ്യാത്ത അത്രയും ഇൻഷുറൻസ് ഉണ്ട്, കമ്പനി ക്യാമറ ഉണ്ട്, എല്ലാം കൊടുത്തിട്ടും പോലീസിന്റെ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. കയ്യിൽ സങ്കടമുണ്ട്. ഇവിടെ പൊതുവെ കുറച്ച് ഡിലേ ആണ്. അപ്പം നമ്മളാണെങ്കിലും ഇപ്പോൾ
എന്തായാലും ഇതിന് എന്തെങ്കിലും ഒരു അറ്റം വളപ്പി ആനൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് ആളുകളായിട്ട് സംസാരിക്കും. പൊതുവെ എന്താ വെച്ചാൽ ഇവിടുത്തെ പോലീസുകാർ ആ കാര്യത്തിൽ കുറച്ച് പിന്നെ ബാക്കോട്ടാണെന്നുള്ളത് ഒന്നാമത് ഞാൻ കേൾക്കണം എന്താ പറയുക, നമ്മൾ ഫോറിനേഴ്സ് ആയിട്ടാണോ എന്നുള്ളൊരു ചിന്ത ഒരു സമയത്ത് എനിക്ക് വന്നു. പക്ഷെ അതല്ല, ഇവിടുത്തെ ആളുകൾക്കും അങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ട്. എന്നോട് ഇപ്പോൾ ഒരാൾ പറഞ്ഞു, അതായത് ഇപ്പോൾ നിങ്ങളെ വണ്ടിക്ക് എടുത്ത ഇൻഷുറൻസിൽ നമുക്ക് ആ വണ്ടിൻ്റെ ഏകദേശം ഫുൾ എമൗണ്ട് തന്നെ കിട്ടും. നമുക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ പോലീസുകാരെ നോക്കുന്ന സമയത്ത് ഓക്കെ ഇൻഷുറൻസ് ഉണ്ട്, വണ്ടിൻ്റെ ഫുൾ എമൗണ്ട് കിട്ടും, പിന്നെ ഓല് എന്തിനും കഷ്ടപ്പെടണം, എന്തായാലും അയാൾക്ക് പൈസ കിട്ടും, പിന്നെ കഷ്ടപ്പെടണം, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് എന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ആൻസർ എങ്ങനെ കിട്ടിയ അറിയോ? എൻ്റെ വണ്ടി ഇപ്പോൾ ടൊയോട്ട RAV4 ആണ്. ഓക്കെ, RAV4 ഹൈബ്രിഡ് വേർഷൻ. അതെ. അപ്പോൾ അതിൻ്റെ എഞ്ചിന് നല്ല ബലമുണ്ട്. അപ്പോൾ അത് നേരെ ഉക്രൈൻക്കോ ബെലാറസ്ക്കോ കൊണ്ടുപോകും കള്ളൻ. അത് എങ്ങനെ സെൻസറുള്ള വണ്ടിയാണ്, എങ്ങനെ തുറന്നു എന്നുള്ളത് ഇപ്പോഴും എൻ്റെ മുമ്പിൽ ചോദ്യമാണ്. പക്ഷേ ടൊയോട്ടയിൽ ഞാൻ യൂട്യൂബിൽ ഒരു സമയത്ത് എന്തായാലും ചെയ്യണം അറിയോ, ഇതുപോലത്തെ വണ്ടികൾ ഒരു ഹെഡ്ലൈറ്റ് ഇല്ലേ, ഹെഡ്ലൈറ്റ് പൊട്ടിക്കും, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വയർ വലിച്ചിട്ട് ഓരോരുത്തൊരു ഡിവൈസ് ഉണ്ട്, ആ ഡിവൈസ് കണക്ട് ചെയ്ത് അത് ലാപ്പ് കണക്ട് ചെയ്യും, എന്നിട്ട് ഒരുപാട് സിഗ്നൽസ് പാസ് ചെയ്യുക ചെയ്യണം. ഞാൻ യൂട്യൂബിൽ നോക്കിയാണ് സിഗ്നൽസ് പാസ് ചെയ്യുക. അപ്പോൾ കീലെസ് ആണല്ലോ നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്, ബട്ടൺ സ്റ്റാർട്ട് ആണല്ലോ. അപ്പോൾ ഈ വണ്ടി കീ എടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഡിറ്റക്ട് ചെയ്തിട്ട് വണ്ടി അൺലോക്ക് ആവുകയാണ്. അങ്ങനെ ചിലവർക്ക് ആ റേഡിയസ് കൂട്ടാൻ വേണ്ടി പറ്റും. ഞാൻ ടൊയോട്ടയിൽ അന്ന് ഞാൻ അന്വേഷിക്കാൻ പോയ സമയത്ത് ആ ചങ്ങായി പറഞ്ഞു ഇങ്ങനത്തെ കേസുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലോക്ക് ചെയ്യണ ആ സിഗ്നലിന് ഇപ്പോൾ നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ ഒരു ഇത്ര ഡിസ്റ്റൻസിൽ നമുക്ക് ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കുറച്ച് ദൂരം പോയാൽ പറ്റില്ല. പക്ഷെ ആ ഒരു റേഡിയസ് ഉണ്ടല്ലോ അത് അവർക്ക് വലുതാക്കാൻ പറ്റും അത്രേ. പിന്നെ വണ്ടി സ്റ്റാർട്ടായി കിട്ടിയാൽ പിന്നെ കയറിയിട്ട്, കാരണം വണ്ടി എൻ്റെ ജനലിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ വണ്ടി കാണാം. ഈസിയായിട്ട് ഔഫ്, അങ്ങനെയൊക്കെയാണ് ഓരോന്ന്. അങ്ങനെ കുറച്ച് പിന്നെ സംഭവങ്ങളൊക്കെ അത് ബെലാറസിലോ യുക്രൈനിലോ കൊണ്ടുപോയി പൊളിച്ച് തിരിച്ച് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ. അതിൻ്റെ ഉള്ളിൽ എൻ്റെ വാലറ്റ് ഉണ്ടായിരുന്നു, അതിൽ ക്യാഷ് ഉണ്ടായിരുന്നു, പാസ്പോർട്ട് ഉണ്ടായിരുന്നു, ഇവിടുത്തെ റെസിഡൻസ് കാർഡ്, ATM കാർഡ്സ്, ക്രെഡിറ്റ് കാർഡ്, ജിം കാർഡ്, ഇതിൻ്റെ ഒരു ഫുട്ബോള്, കാർഡും പാസ്പോർട്ടും കുറേ ഓർമ്മകൾ. അതൊക്കെ അവിടെ കേട്ടെ, ഓർമ്മകൾ പോയി. എനിക്ക് നല്ലൊരു ഇഷ്ടമായ വണ്ടിയായിരുന്നു. എന്താ വെച്ചാൽ അങ്ങനെ ഇൻഷാല്ലാ വേറെ ഉണ്ടാവും. അപ്പോൾ ഒരു വാൻ എടുത്തില്ല, ഇനി അടുത്ത് വേറെ എടുക്കണം ഇൻഷാല്ലാ. ഈ പലതും കാണാൻ പോയി പവർ പലതും വരാണ്ട്. അത് അത്ര ഉള്ളൂ. അതിനൊന്ന് തളർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തളർന്നു ചോദിച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പം നമ്മളങ്ങനെ തളർന്നൊരു സ്ഥലത്ത് ഇരുന്നിട്ടില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് ഒരു പിന്നെ ഇങ്ങനത്തെ ഒരു നഷ്ടം സംഭവിക്കുമ്പോൾ മനുഷ്യൻക്ക് ആ വികാരം ഉണ്ട്. അത് ആരാണെങ്കിലും ഒരു നിമിഷം ധരിച്ചു പോകും. ആ ധരിപ്പ് നമ്മളെല്ലാവരും ധരിച്ചു. നമ്മളെ നാട്ടിൽ പക്ഷേ ഒരു 30 ലക്ഷം റുപ്യൻ്റെ വാല്യൂ ഉണ്ട് വണ്ടിക്ക്. ആ വാല്യൂ അല്ല പ്രശ്നം, പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ അറ്റാച്ച്മെന്റ് ആണ് അതിന്റെ. അല്ല RAV4 ഒക്കെ ഒരു ഇത് എല്ലാവർക്കും അറിയുണ്ടാവും. ഇപ്പോൾ ഗൾഫിലൊക്കെ ഇഷ്ടമായിട്ടുള്ള വണ്ടിയാണ്. പക്ഷെ അങ്ങനെ വണ്ടിന്റെ വാല്യൂ എന്നുള്ളതിലല്ല, നമ്മൾ വിചാരിക്കാത്തൊരു ഇൻസിഡന്റ് ആണ് പെട്ടെന്ന് സംഭവിച്ചത്. അപ്പോൾ അതിലുള്ളൊരു എന്താ പറയാ, അതെ, ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അതെ, അത്രേ ഉള്ളൂ. അപ്പം നീ ഗൈസ് വേറെ എന്തെങ്കിലും പറയാൻ നിർത്തില്ല. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിർബന്ധമായിട്ടും സംസാരിക്കണം എന്ന് വിചാരിച്ച വിഷയമാണ് ഫലസ്തീൻ്റെ വിഷയങ്ങൾ. നമ്മൾ ഒരിക്കലും വിടാൻ പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി വിഷയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടിയാണോ, പിന്നെ അച്ഛനാണോ, ആണാണോ, പെണ്ണാണോ, ഗർഭിണിയാണോ, വയസ്സനാണോ, വയസ്സില്ലാത്ത ആളാണോ ഒന്നും നോക്കുന്നില്ല. എണ്ണം പറഞ്ഞ് മനുഷ്യൻ്റെ ജീവനുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര കാലം എത്ര ആളെയും കൊല്ലണം. അപ്പോൾ ഞാൻ ഇപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ പൊതുവെ ഈ സംഭവങ്ങളൊക്കെ സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ ആയിട്ട് പലരും പിന്നെ ഇൻസ്റ്റഗ്രാമിലായിട്ടും കാര്യങ്ങളും പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യണതാണ്. അപ്പോൾ എനിക്കൊക്കെ പലരുടെ അടുത്ത് ചോദിക്കണത്, അല്ലെങ്കിൽ പിന്നെ അതിനൊക്കെ ഒരു നെഗറ്റീവ് ടൈപ്പ് ഓഫ് ഇമോജീസും കാര്യങ്ങളും കൊണ്ടൊക്കെ റിയാക്ട് ചെയ്യുന്ന ആളുകൾ ഇപ്പം നമ്മളെ ഫോളോവേഴ്സ് മെയിനായിട്ട് നമ്മളെ നാട്ടുകാർ തന്നെയാണ്. അപ്പോൾ ഇവർക്കൊക്കെ എന്താണ് ഇപ്പോഴും മനസ്സിലാവാത്തതെന്ന് എനിക്കറിയില്ല. പിന്നെ ലോകരാജ്യങ്ങളിൽ ഒരുവിധ രാജ്യങ്ങളൊക്കെ ഇസ്രായേലുമായിട്ടുള്ള കരാറുകൾ, പിന്നെ ട്രേഡ് കരാറുകൾ, അതുപോലെ തന്നെ ഇസ്രായേൽ ചെയ്യുന്നത് ഒരു പ്രശ്നമാണ് എന്ന് അംഗീകരിച്ചു. ഇത്തരം വിഷയങ്ങളൊക്കെ ഈ ലോകരാജ്യങ്ങളൊക്കെ അംഗീകരിച്ചിട്ടും നമ്മുടെ നാട്ടിലുള്ള പല ആളുകൾക്കും അത് അംഗീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് അത് പറ്റാത്തതെന്നുള്ള എനിക്കറിയില്ല. അപ്പോൾ ഈ രാജ്യങ്ങൾക്കൊന്നും അറിയാത്ത എന്തോ ഒരു സീക്രട്ട് വരെ എടുത്തുണ്ടോ? അല്ല, അങ്ങനല്ല, ഇപ്പം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്താൽ നമുക്കും കൂടി ഹേറ്റ് ചെയ്യാലോ. എന്താണ് October 7 നിങ്ങൾ പറയാൻ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ലോ IQ ബിഹേവിയർ ആണ്. നിങ്ങളെ ബുദ്ധിനെ ഒന്ന് ചോദ്യം ചെയ്യണം. അതെ, നിങ്ങൾ മണ്ടനാണ്, ഓപ്പണായിട്ട് പറയാൻ. നിങ്ങൾക്ക് അതിൻ്റെ മുമ്പുള്ള ഹിസ്റ്ററി അറിയില്ല, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ച ഭക്ഷണത്തിനെ കുറിച്ചും ഭക്ഷണ രീതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളൊക്കെ രാവിലെ എണീച്ചാൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റൈൽ വെച്ചിട്ട് നമ്മൾ രാവിലെ എണീച്ചാൽ അന്ന് മുസ്ലിം ആണോ, കൂടുതൽ പ്രോട്ടീന് വേണ്ടിയിട്ട് കോഴിമുട്ട കഴിക്കണോ, അല്ലെങ്കിൽ കുറച്ച് ഫൈബറുള്ള ഭക്ഷണം കഴിക്കണോ, അങ്ങനത്തെ ചിന്താഗതികളാണ്. ഭക്ഷണം എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ട് അല്ലെങ്കിൽ കഴിച്ചിട്ട് ദിവസങ്ങളോ ആഴ്ചകളോ ആയിട്ടുണ്ട് ഈ മനുഷ്യന്മാരെ ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ
പിന്നെ മാംസമല്ലാത്ത രീതിയിൽ ജീവനുള്ള ഒരു ശരീരം എങ്ങനെ നിലനിൽക്കും എന്നുള്ളത് ഇപ്പം നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ലാബുകളിലും ഇതിലൊന്നും പോകണ്ട. ഇൻസ്റ്റഗ്രാം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി. ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളൊക്കെ അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയയിലാണെങ്കിലും എവിടെയാണ് നമ്മളിതിനൊക്കെ വേണ്ടിയിട്ട് സംസാരിക്കുക. നമ്മളൊക്കെ സംസാരിച്ചിട്ട് എന്താണെന്ന് എല്ലാവരും ചോദിക്കും. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ നമ്മൾ എത്രയോ കാലം മുന്നേ നടന്ന ഹോളോകാസ്റ്റ് ഇതിനെക്കുറിച്ചും പിന്നെ വിഷയങ്ങളെക്കുറിച്ചും മറ്റ് മനുഷ്യന്മാർക്കെതിരെ ഉണ്ടായിട്ടുള്ള അനീതികളെക്കുറിച്ചൊക്കെ നമ്മൾ ഈ എപ്പിസോഡിലും കൂടെ നമ്മൾ സംസാരിച്ചു, പല എപ്പിസോഡിലും സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇനിയൊരു പുതിയ ജനറേഷൻ വരാൻ പോവുകയാണ്. നമ്മളെ മക്കൾ അല്ലെങ്കിൽ നമ്മളെ മക്കൾ ആരെങ്കിലും കഴിഞ്ഞിട്ട് ഒരു 5 വർഷം 10 വർഷം കഴിഞ്ഞിട്ട് ഇവർ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു കാലത്ത്, നിങ്ങൾ ലൈവായിട്ടുള്ള കാലത്ത് ഇങ്ങനെ ഒരു വിഷയം നടന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്നൊരു ചോദിക്കും. എന്തായാലും ചോദിക്കും. കാരണം അവരൊക്കെ പഠിക്കുന്ന പുസ്തകങ്ങളിലും അല്ലെങ്കിൽ അവരൊക്കെ പുസ്തകങ്ങൾ വരുന്ന പഠിക്കുക എന്നുള്ളതല്ല, അത്രയും ഭയങ്കര ഇതിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാം, ഞാനൊക്കെ അതിന് വേണ്ടിയിട്ട് ശബ്ദിച്ചിട്ടുള്ള ഒരാളാണ്. ഇങ്ങനത്തെ ഒരു വിഷയം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വിഷയത്തിന് ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായില്ലേ? പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എർച്ചി പോഡ്കാസ്റ്റ് ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങിയത് ഫലസ്തീൻ ഇസ്രായേൽ വാറാണ്. ഞങ്ങൾ പലതവണ ഫസ്റ്റ് തുടങ്ങിയെന്ന് മുതൽ ഞങ്ങൾ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം. പിന്നെ എനിക്ക് പേഴ്സണലി ഇതിലൊരു കാര്യം പറയാനുള്ളത്, ഹമാസ് ഒരു ടെററിസ്റ്റ് അല്ല, റെസിസ്റ്റൻസ് ആർമിയാണ്. നമ്മൾ നമ്മളെ നാട്ടിൽ ബ്രിട്ടീഷുകാരെ റെസിസ്റ്റ് ചെയ്തപ്പോഴും നമ്മളെ ടെററിസ്റ്റ് എന്ന് വിളിച്ചിട്ടുണ്ട്. നെൽസൺ മണ്ടേലനെ ടെററിസ്റ്റ് എന്ന് വിളിച്ചിട്ടുണ്ട്. വൈറ്റ് സുപ്രമസി അതിൻ്റെ എതിരെ പോരാടിയപ്പോൾ ലോകത്തിൽ എവിടൊക്കെ റെസിസ്റ്റൻസ് വലിയ പവറിനെതിരെ പിന്നെ അടിച്ചു നിന്നിട്ടുണ്ടോ അവിടെയൊക്കെ അവരെ ടെററിസ്റ്റ് എന്ന് വിളിച്ചിട്ടുള്ളൂ. ഇവിടുത്തെ സംഘികളും പറയുന്നത് കേട്ടിട്ട് ആരും നെട്ടാനോ ഇതാവാനോ ഒന്നും പോകുന്നില്ല. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടല്ല നിങ്ങൾ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. അക്കു നേരത്തെ ചോദിച്ച ചോദ്യം, എന്തിനാണ് നിങ്ങൾ പിന്നെ ഇസ്രായേലിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒറ്റ റീസണുള്ളൂ, മുസ്ലിംസിനോടുള്ള വെറുപ്പ് കാരണം. നിങ്ങളെ മൈൻഡിൽ കുത്തിവെച്ച വെറുപ്പ്, അത് ലോ IQ ബിഹേവിയറാണ്. നിങ്ങളൊന്നും വളർന്നിട്ടില്ല, നിങ്ങളെ ശരീരമേ വളർന്നിട്ടുള്ളൂ. മൈൻഡ് ഇപ്പോഴും 10ാം ക്ലാസ്സും +2 ആണ്. എത്ര ക്ലാസ് വരില്ല, ഒരു ബേസിക് ഹ്യൂമണിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവത്തിന് നിങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് നിങ്ങളെല്ലാവരും റിയലൈസ് ചെയ്യുക. നമ്മൾ ചിലപ്പോൾ ഇന്നലെ ഞാനൊരു പോസ്റ്റ് കണ്ട്, ഞാനത് വായിച്ചു. ഇസ്ലാമോഫോബിക്കായിട്ട് ഇപ്പം നമ്മൾ പിന്നെ പലരും പറയുന്നത് മുസ്ലിം ആയതുകൊണ്ടാണല്ലോ ഇവർക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഈ യൂറോപ്പും പിന്നെ ഈ കണ്ട രാജ്യങ്ങളൊക്കെ മുസ്ലിം ആയിട്ടാ. ബേസിക്കായിട്ടൊന്ന് ചിന്തിക്കി. ഈ ഇസ്ലാമോഫോബിക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ലോകത്ത് നടക്കണ ഇസ്ലാമോഫോബിയക്കെതിരെ സംസാരിക്കണ 50% വരുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരൊറ്റ രാജ്യത്തുനിന്നാ. ഇസ്ലാമോഫോബിയ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏതൊരു പോസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്കിത് കാണാൻ പറ്റും. ഒരു സ്റ്റഡി അതിന് പിന്നെ എവിഡൻസ് ഒക്കെ വെച്ചിട്ടുള്ള സാധനമാണ്. ഇതിന്റെ പോസ്റ്റിൽ ഞാൻ ഇവിടെ ആർക്കൈവ് എന്തിനാ നമ്മളെ കമന്റിന്റെ അടിയിൽ തന്നെ എന്തൊക്കെ പറയലുണ്ട്. നമ്മളെ കാര്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേട്ട ഒരു എത്രങ്ങാനും നമ്മളെ ഇതിൽ പറയലുണ്ട്. എത്രങ്ങാനും പറഞ്ഞാൽ എത്രങ്ങാനും എന്താ വെച്ചാൽ അങ്ങനെ ചാപ്പ കുത്തി വിചാരിച്ചത് തളരാനൊന്നും ഞങ്ങൾ പോകണില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, മദ്രസ പൊട്ടന്മാരെന്ന് വിളിച്ചോ, അത് വേണമെങ്കിൽ വിളിച്ചോ, എന്ത് വേണമെങ്കിലും പറഞ്ഞു. വി ഡോണ്ട് കെയർ. ഓക്കെ, സോ അത് അത്രേ ഉള്ളൂ. അതെ, ഇപ്പം ഞാൻ എന്താ പറയുക, ഇപ്പം ഇതിൻ്റെ 1-2 കാര്യം കൂടി പറയുന്നുണ്ട്. കുറച്ച് ദിവസം മുന്നേ ഞാൻ പിന്നെ കേട്ടൊരു സംഭവം, പിന്നെ വായിച്ചൊരു സംഭവം വെച്ചാൽ ഇസ്രായേൽ പുതിയൊരു നയം കൊണ്ടുവരാൻ പോവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ കിങ് ലിയോപോൾഡ് ആണ് തോന്നുന്നുണ്ട് യൂറോപ്പിൽ ബ്ലാക്സിനെ കൊണ്ടുവന്നിട്ട് ഒരു സൂ ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞിട്ടായിരുന്നു. ആ സൂ ഉണ്ടാക്കിയത് എന്നാണ്? ഒരുപാട് കാലങ്ങൾക്ക് ഇന്നുള്ള ടെക്നോളജി, ഇന്നുള്ള വിദ്യാഭ്യാസം, ഇന്നുള്ള വിവരം, ഇന്നുള്ള പല കാര്യങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യൻ്റെ പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ നിന്നാണ്. അതേപോലത്തെ ഒരു പ്രൊജക്റ്റ് പിന്നെ ഇസ്രായേൽ ഫലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഗാസയിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ വെച്ചിട്ട് കൊണ്ടുവരാൻ പോവാണെന്ന്. 10-22 ഓർഗൻസ് എടുക്കുന്നുണ്ട് ഫലസ്തീനിലുള്ള ആൾക്കാരെ. അതെന്താ പറയുക, 10-22 ലക്ഷം ആൾക്കാരുടെ ഇടയിൽ നിന്ന് 60,000-70,000 ആൾക്കാരെ, കുട്ടികളും മക്കളെയും ഒക്കെ കൂടി പിന്നെ ജീവനെടുത്തു. പിന്നെ ഒരുപാട് പരിക്കുകളും പിന്നെ വിഷയങ്ങളുള്ള ആളുകളും അതിന് പുറമെ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ആദ്യഘട്ടത്തിൽ ഒരു 6-7 ലക്ഷം ആൾക്കാരെ കൂട്ടിക്കാണ്ട് ഒരു ബോർഡർ കെട്ടിക്കാണ്ട് അതിൻ്റെ ഉള്ളിൽ ആളുകൾ അതിൻ്റെ ഉള്ളിൽ പാർപ്പിക്കുക. ഇന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒരു ഹ്യൂമൻ സൂ ഉണ്ടാക്കാൻ പോവാണ്. ഈ വിഷയങ്ങളൊക്കെ കേട്ടിട്ട് നമ്മളൊക്കെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും കെയർ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമുക്ക് വേണ്ടി ഈ പിന്നെ ബിഗ് ബോസ് അല്ലെങ്കിൽ ഇതേമാതിരി മമ്മൂൻ്റെ ഇന്റർവ്യൂ ഇതേപോലത്തെ വിഷയങ്ങൾ കണ്ടിട്ട്
പിന്നെ അല്ല ഇപ്പോൾ തക്കു പറഞ്ഞ വിഷയം പറഞ്ഞാൽ ഏറ്റവും എനിക്ക് എപ്പോഴും സങ്കടം വരുന്നത് എന്താ അറിയോ, നമ്മളെ ക്ലോസ് നമ്മളെ സർക്കിൾ ഉണ്ടായിരുന്ന ആൾക്കാർ, ചില ആൾക്കാർ ഇപ്പം എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിൽ ഇല്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതായത് ഇപ്പം ഞാനൊരു പലസ്തീൻ്റെ സ്റ്റോറി ഇട്ട് അതിൻ്റെ അടിയിൽ അവർ പറയുന്നതോ October 7 അറ്റാക്ക് ചെയ്തിട്ടല്ലേ ഈ എന്തിനാ അങ്ങനെ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത്. October 7 ഒരു സംഭവത്തിൽ തുടങ്ങണമല്ലോ. പിന്നെ നീണ്ടു നിവർന്നൊരു മെസ്സേജാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സോഷ്യൽ മീഡിയ സ്പേസിലും മീഡിയ പ്രൊപ്പഗാൻഡയാണ്. അതായത് മീഡിയാസ് പറഞ്ഞത് തൊള്ളാതെ വീങ്ങി അത് അതുപോലെ കേട്ട് ഇതിൻ്റെ അടുത്ത് വന്ന് പറയാണ് October 7 അത്ര അറ്റാക്ക് ചെയ്തു, ഇത്ര അറ്റാക്ക് ചെയ്തു, ഇങ്ങോട്ട് വന്നു അങ്ങോട്ട് വന്നു. ഒരതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുന്ന പോലെ. ഇപ്പോൾ എനിക്കുമാണെങ്കിൽ ഓക്കെ, ഞാൻ കാണുന്ന മീഡിയാസും വീഡിയോസൊക്കെ ഇത് തന്നെയാണ്. October 7 സംഭവിക്കുന്നു, ഇവിടെ വരുന്ന അറ്റാക്ക് ചെയ്യുന്നു, എന്താ ഇസ്രായേൽ പലസ്തീനെ തിരിച്ചടിക്കുന്നു, ഇത് തന്നെയാണ് ഞാനും കാണുന്നത്. ഞാനും ഈ വീഡിയോസും ഈ മീഡിയയിൽ കാണുന്ന വാർത്തകളും കണ്ടിട്ട് ഞാൻ എന്തോന്ന് തിരിച്ച് ചിന്തിച്ചു. അതേപോലെ എല്ലാവരും തിരിച്ച് ചിന്തിക്കണില്ല, അതാണ് പ്രശ്നം. പിന്നെ അടുത്ത രോഗാവനായി 1 വർഷമാവാനായി. ഇത്രയും കാലം ഒന്നല്ല 3 വർഷം ആവാൻ പോടും. ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ ബിഗ് ബോസ് ഒന്നും കണ്ടിട്ട് അതിൻ്റെ ഇടയിൽ ചെറിയൊരു വീഡിയോ കാണാൻ പറ്റിയിട്ട് നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന്, അല്ലെങ്കിൽ ജീവിതത്തിൽ പിന്നെ എന്താണ് അതുകൊണ്ടുള്ള ഒരു അർത്ഥം എന്നുള്ളതൊന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്കി. കാരണം ലോകത്ത് ഇത്രയും വലിയ വിഷയങ്ങൾ നടക്കുമ്പോൾ അന്ന് മൈൻഡ് ചെയ്യേണ്ട. October 7 അതിൻ്റെ ഉത്തരമായി, ഓക്കെ, അങ്ങനത്തെ ഒരു വൈബിലുള്ള ആൾക്കാരാണെങ്കിൽ എനിക്കൊന്നും പറയാമല്ലോ അതിനെപ്പറ്റി. അതെ. പിന്നെ വേറൊരു കാര്യം, ഞങ്ങൾ നിങ്ങൾ പലസ്തീനെ മാത്രമേ സംസാരിക്കുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ സുഡാനിലുള്ളതിനെ പറ്റിയിട്ട് നല്ലൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. സുഡാനിന് എങ്ങനെയാണ് UAE ഫണ്ട് ചെയ്ത് കണ്ട് അവിടെ ജനസൈഡ് നടക്കണമെന്നുള്ളത് സംസാരിച്ചിട്ടുണ്ട്. മനസ്സിലായി. ഞങ്ങൾക്ക് മുസ്ലിംസ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ ഒരു വാപ്പാനും പേടില്ല. മുഹമ്മദ് ബിൻ സൽമാൻ എപ്സ്റ്റൈൻ ഫയൽസിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, ഈസി ആയിട്ട് പറയാൻ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആര് തെറ്റ് ചെയ്താലും അതങ്ങനെയാണ്. അതെ, അത് നമ്മൾ പറയും ചെയ്ത് ആളുകൾ പല ലക്ഷ്യങ്ങളായിട്ട് ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക. അതെ. അപ്പോൾ അത് അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ അത് പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല എന്ന് പറയേണ്ടവരോട് പറയാനുള്ള. പിന്നെ ഞങ്ങൾ ഫസ്റ്റൊക്കെ ഞാൻ നിശ്ചിനും തക്കും നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് പറയണം കേട്ടോ. ഇത് നിങ്ങളെ എതിരെയുള്ള എൻ്റെ ഒരു ക്രിട്ടിസൈസായിട്ട് നിങ്ങൾ കാരണം പാരിസ് ഉണ്ടായിരുന്നെങ്കിൽ കേൾക്കണം. നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡിൽ തക്കൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾ പറഞ്ഞ കാര്യമാണത്. എന്ത് ആ എപ്പിസോഡ് ഇപ്പോൾ അഞ്ചിലും ഡിലീറ്റ് ചെയ്യാം, ഹമാസ് ടെററിസ്റ്റ് ആ ഓർഗനൈസേഷൻ. പക്ഷെ ഞാൻ അന്നും അതിനെ അഗ്രി ചെയ്തിട്ടില്ല. ഞാൻ ഇന്നും അതിനെ അഗ്രി ചെയ്തിട്ടില്ല. അന്ന് ഓഫ് ദ ക്യാമറ അതിന് തിരക്കുണ്ടായതാണ്. അപ്പോൾ അതൊരിക്കലും നിങ്ങളായാലും ആ പ്രൊപ്പഗണ്ടയിൽ വിശ്വസിക്കരുത്. ഹമാസ് ഒരിക്കലും ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അല്ല, ദെയർ റെസിസ്റ്റൻസ് ആർമി. സോ അത് എന്നും അങ്ങനെ തന്നെ ഈ കാലം. ഓക്കെ, ആ നെഗറ്റീവ് മാറ്റാൻ പല ശക്തികളും നോക്കും. പക്ഷേ അതിൽ പിടിച്ചിരിക്കാൻ അറിയുന്നത് കുറച്ച് ഇടങ്ങറാണ്. നമ്മൾ വാദിച്ച് പിടിച്ചിരിക്കാന്ന് പറഞ്ഞാൽ. പക്ഷെ ഇവർ പറയുന്ന ഓരോ ആർഗ്യുമെൻസും പൊളിഞ്ഞതാണ്. ഡീബങ്ക് ചെയ്ത ഒരുപാട് സംഭവം. ഒന്നു തന്നെയല്ല ഇപ്പോൾ യഹ്യാസിൻ മറ്റേ പുള്ളിനെ ഇവിടുന്നല്ലോ ഓപ്പൺ എയർന്നല്ലേ കൊന്നത്, അണ്ടർഗ്രൗണ്ട് ഒന്നും ഇതിനൊന്നും. അതെ, എത്ര അതും അയാൾ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം, അയാളെ മരണം തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ്. അതെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇറച്ചിയുടെ നിലപാട് ഇനി എന്നും അങ്ങനെ തന്നെയാണ്. അതിനിപ്പോൾ ഒരാളിൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചു, ഞങ്ങളെ പോഡ്കാസ്റ്റിൽ ഗസ്റ്റായി വരുന്നവർ പലതും പറയേണ്ടത് അത് അവരെ വ്യൂ, ഞങ്ങളെ വ്യൂ ഇങ്ങനെയാണ്. ഓക്കെ അല്ലേ നിശ്ചന? അപ്പം തന്നെ ഇതൊക്കെ വേറെ എല്ലാ എപ്പിസോഡിലും പറഞ്ഞുകൊണ്ട് പിന്നെ അതൊന്നും കാണാതെ എന്തെങ്കിലും അതെ കറില്ല, എനിക്ക് കൂടുതൽ പറയല്ല. അപ്പോൾ ഏതായാലും അപ്പോൾ കുറച്ച് വിവരം വെക്കാൻ, വിവരങ്ങൾ നമുക്കും ഷെയർ ചെയ്യാം. നമ്മൾ വലിയ വിവരമുള്ള ആൾക്കാരൊന്നല്ല, വിവരങ്ങളുണ്ട് നമുക്ക് ഷെയർ ചെയ്യാം. നിങ്ങളും അതിനനുസരിച്ച് വളരുക. അതെ. ഇനി ഞാൻ നാട്ടിൽ പോയിട്ട് ഇൻഷാല്ലാ ഞാനും പാരിസ് നാട്ടിൽ പോവാണ്. അടുത്ത എപ്പിസോഡ് എത്ര കാലത്തിന് ശേഷം ഞാൻ പോകേണ്ട അറിയോ? ലൈക്ക് ഇപ്പോൾ നിങ്ങൾ ആനന്ദ കണ്ണീരാണ് കാണുന്നത്. 2024 ജനുവരി ഫൈസലും വൈറസും 2-3 മാസം നാട്ടിലുണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. ഞങ്ങളെ മമ്മൂനൊക്കെ ഒന്ന് ചെറിയ ഓർക്കസ്ട്ര. ഓക്കെ അപ്പോൾ ഗൈസ് നിങ്ങൾ വരണം. നിശം പറഞ്ഞ നല്ലൊരു ഗസ്റ്റിനെ കിട്ടാൻ ചേരുന്നു. പിന്നെ 2 ആഴ്ചക്ക് ഇങ്ങോട്ട് വരും. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. അപ്പോൾ സീ യു ബൈ.